ഈ നോവലുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ഇതുപോലുള്ള അക്രമങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ വെച്ചിട്ട് കാണുക, സംസാരിക്കുക. പക്ഷെ ഇതിനു മുൻപ് 2 സ്ഥലങ്ങളിലെ ഞാൻ പദവിയുള്ളൂ. ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, പിന്നെ എറണാകുളം നഴ്സിംഗ് കോളേജ്, ഇപ്പൊ ഇവിടെ. കാരണം ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും എന്റെ മനസ്സുകൊണ്ട് പുട്ടപ്പൊക്കെ ചെയ്ത് ഈ നിങ്ങളുടെ പുറകിൽ ഏതൊരു ചെയ്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട് നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ. അതായത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നമ്മൾ ഈ നേർച്ച കോഴികളെ പോലെയാണ്. എന്തും പരിപാടി കോളേജിൽ നടന്നാലും സീറ്റ് തികയ്ക്കാൻ കൊണ്ടിരുന്നു. എന്താ പരിപാടി എന്ന് പറയുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്രൂരത കണ്ടത്. അപ്പൊ അവിടെ വന്നിരുന്ന് ഓമക്കാരി വയ്യ ഒരാൾ എന്റെ മൂത്തൊക്കെ ബോട്ടുമായിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, വിഷമിക്കരുത്, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. മാത്രമല്ല ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇയർ ആകുമ്പോ ഞങ്ങളെയൊക്കെ സമരങ്ങൾക്കൊക്കെ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോകുന്ന അറിയത്തില്ല, യൂണിയൻ ചേട്ടന്മാര് എന്താ കാര്യം ഒന്നും അറിയത്തില്ല. സമരങ്ങൾക്ക് 2 വരിയായിട്ട് അതൊക്കെ ഇപ്പോഴും കേട്ടോ. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ നടന്ന് DME ഓഫീസ്, അവിടെ ഒരു അമ്മയും പ്രതിമയുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അതിനെ ചുറ്റി DME ഖരാവോ ചെയ്യുക. ഖരാവോ എന്നുള്ള വാക്കുകൾ ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അടിയൊക്കെ കൊള്ളുന്ന ഫസ്റ്റ് ഇയേഴ്സ് മാത്രമേ കാണുന്നു, പകുതിയെ നമുക്ക് ആരും കാണത്തില്ല. അപ്പോ എനിക്ക് അങ്ങനത്തെ ഓർമ്മകളാണ് എനിക്ക് വന്നത്. ഈ പുസ്തകത്തെ കുറിച്ച് ശരിക്കും എനിക്ക് ഭീകരമായിട്ടൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എൻ്റെ ഒരു നഴ്സിംഗ് ജീവിതം എന്നെ തന്നെ നോക്കി കാണുന്നത് ഞാൻ അപാരമായ വിഷാദവും മറ്റുമൊക്കെ കടന്നുപോയൊരു കാലമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം ശ്രദ്ധിച്ചത് നിങ്ങളുടെ സ്റ്റാമ്പാണ്. കാരണം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് യൂണിഫോമാണ്. അത് അകത്തും പുറത്തും മറ്റേ കടലും കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴും യൂണിഫോമാണ്, സാരിയാണ്, അതിന് മുകളിൽ കോട്ടൊക്കെ ഇട്ട് കോളേജിലുള്ള അതന്നെ വാർഡിൽ പോയാൽ അത് തന്നെ. ഇങ്ങനെയായിരുന്നു ഞാൻ ചുറ്റിപ്പോയത്. കാരണം എനിക്ക് 2 ചുരിദാറെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ കോളേജിൽ വന്നാൽ കളർ ഡ്രസ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ചെറുപ്പം അടുത്ത് നിർത്തി പോകുമായിരുന്നു. ഒരേ കളറിലുള്ള 2 ചുരിദാറാണ്, അത് ഏതായിട്ടുള്ളവരെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അത് തന്നെ മാറ്റി ചുരുക്കിട്ട് വരുമായിരുന്നു. ഈ കാണുന്ന ഈ എന്നിലേക്ക് ഞാൻ മാറാൻ കുറെ കാലങ്ങൾ എടുത്തു. അതിങ്ങനെ ഒരു മെറ്റമോർഫോസിസ് ഒക്കെ പോലെ പരിണമിച്ചാണ് ഈ ഒരു ലുക്കിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കണ്ട. എണ്ണമെഴുക്കൊക്കെ പറ്റി കുട്ടമൊക്കെ ചെയ്ത് ഭയങ്കര മുഖം ഉയർത്തി നോക്കാൻ തന്നെ പേടിച്ച ഒരു കുട്ടിയായിട്ട് നഴ്സിംഗ് കോളേജിൽ വന്ന ആളാണ് ഞാൻ. ചേട്ടന്മാരുടെ റാങ്കിങ് എവിടെ നിന്നൊക്കെ റാങ്കിങ് വരും എന്നൊരു പിടിയില്ലാതെ മെഡിക്കൽ കോളേജിൽ കൂടെ നടന്നതാണ്. പിന്നെ എനിക്ക് എന്റെ എൻട്രൻസിന്റെ ഫസ്റ്റ് ചാൻസിൽ എനിക്ക് 822 റാങ്ക്. ഒരു 300 ആകുമ്പോഴത്തേന് അവര് അന്നത്തെ കാലത്ത് ഈ മെഡിസിൻ ഒക്കെ നിർത്തലാക്കും. പിന്നെ എന്റെ അമ്മയാണ്, അമ്മ മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി രക്ഷപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുള്ളത് കൊണ്ട് അമ്മ എന്നുള്ള ഭൂമിയിലെ ഏറ്റവും ഭയങ്കര കോഴ്സിലാണ്. അമ്മ എങ്ങനെയും എന്നെ കൂടെ തീരുമാനം എടുപ്പിക്കുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഡെന്റിസ്റ്റ് ഒരു നല്ല ഓപ്ഷനാണ്. അപ്പൊ അമ്മ ആരോടും കസേരയ്ക്ക് ഭയങ്കര വിലയാണ്. നീ വിചാരിക്കുന്ന പോലെ ആ കസേര നമുക്ക് ഒപ്പിക്കാൻ പറ്റും തോന്നില്ല. ഈ നഴ്സിംഗ് ആവുമ്പോ നീ പഠിച്ചിറങ്ങിയത് ജോലിയാണ്. അതുകൊണ്ട് വേറെ ഒന്നും നോക്കണ്ട. മാത്രമേ ഇത് ഭയങ്കര ഒരു പ്രൊഫഷനാണ്. നീ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര വിലയായിരിക്കും, ആനയാണ് ശരിയാണ്. അങ്ങനെ ഞാൻ നഴ്സിംഗ് കോളേജിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഫ്രാൻസിസ് കാർക്കയുടെ ഒരു നോവലുണ്ട് മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിലൊരു ക്യാരക്ടർ അദ്ദേഹം ഒരു പാചകമായി മാറി ഒരു ദിവസം പെട്ടെന്ന്. അപ്പൊ അതിനുശേഷമുള്ള പുള്ളിയുടെ മാനസികാവസ്ഥയാണ് ഓരോ ശരിക്കും അതേ അവസ്ഥയായിരുന്നു എനിക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ കുറച്ച് നാൾ കോച്ചിങ്ങിന് വന്നവരൊക്കെ അന്ന് MBBS ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ക്യാൻറ്റീനിൽ പോകുമ്പോ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ബാത്റൂമിൽ എല്ലാ കാര്യത്തിലും സ്റ്റെത്തൊക്കെ ഇട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സ്റ്റെത്തൊക്കെ ഇട്ട് നമ്മളെ കൂടെ അവരെന്താ അറിയില്ല, പിന്നെ സ്റ്റെത്തൂരില്ല, ചുമ്മാ നമ്മളെ കാണിക്കാനാണെങ്കിൽ ഫുൾ ടൈം സ്റ്റെത്താണ്. അപ്പൊ അവരിങ്ങനെ വളരെ കാര്യമായി സ്റ്റെത്തൊക്കെ ഇട്ട് നടന്നു പോകുമ്പോ നമ്മളിങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ മെർക്കുറി തർമ്മൂവി കാണും. ഇപ്പോഴും ഇത്ര പുരോഗമിച്ചിട്ടുണ്ട്. ശരിയായ സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. ഞാനും ഇതുപോലെ അതൊക്കെ
ഞാൻ ഇവരൊക്കെ ഈ ഹാമറൊക്കെ ആയിട്ട് MBBS-കാര് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുമ്പോ നമ്മുടെ ഈ ഡിസ്റ്റൻസ് അതോ ഞങ്ങളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ വളരെ സ്നേഹസാമാന്യരായിട്ടുള്ള ഹെഡ് സിസ്റ്റർമാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എങ്ങനെ പണി തരാം എന്നുള്ളത് മാത്രമൊക്കെ അവരുടെ ലക്ഷ്യം. എങ്ങാനും ഈ MBBS സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോ നമ്മൾ ഒന്ന് ഇരിക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ കുട്ടികൾ വരും. ഈ മെഡിസിൻ പാഠങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ലേബല് മാറ്റിക്കൊള്ളും. ഇപ്പോഴുണ്ട് മുഴുവനും മാറ്റി ലേബലൊക്കെ മാറ്റി ഇതൊരു തീരുമാനമാകുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അടുത്ത സെറ്റ് രജിസ്റ്ററുകൾ വരും. മുഴുവൻ പൊതി മാറ്റിക്കൊള്ളും. ഇരുന്ന് മുഴുവൻ പൊതി മാറ്റി അത് കഴിഞ്ഞ് എവിടെന്തെങ്കിലും ഒരു പുസ്തകം എടുത്തോണ്ട് കംപ്ലീറ്റ് വരച്ചോളും. വരച്ച് ഒരു വഴിയായി. അത് കഴിഞ്ഞാൽ ട്രോളി തുടക്കുക, അത് കഴിഞ്ഞാൽ വാർഡിലുള്ള മരാമത്ത് പണികൾ ചെയ്യുക. ഇങ്ങനെ ഈ പണിയെടുത്തും ഇങ്ങനെ നടന്നു അത്യാവശ്യം നല്ല ഡിപ്രഷനോടെ വിഷാദത്തോടുകൂടിയാണ് എന്റെ നഴ്സിംഗിലേക്കുള്ള പ്രവേശനം. നമുക്കറിയാം മറ്റൊരാൾക്ക് ബെഡ് മേക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നത് ഒരു ടീനേജിനെ സംബന്ധിച്ചിട്ട് അത്ര ഒരു രസകരമായിട്ടുള്ള കാര്യമല്ല. അത് എന്റെ ഒരു കാലഘട്ടത്തിൽ മഞ്ജുവിലായിരുന്നു ഡ്രീം സ്റ്റാർ. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ നമ്മൾ കണ്ണാടി കൂട്ടി പാട്ടൊക്കെ പാടി നടക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും കിടന്നിരിക്കേണ്ടി വരുന്നത്. നമ്മുടെ റിയാലിറ്റി നമ്മുടെ അന്നത്തെ മാനസികമായിട്ടുള്ള ഫാന്റസി തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു വശം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പാടായിരിക്കും. കാരണം വിർച്വൽ ലോകം നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ റീല് സ്റ്റോറി എന്ത് കളർഫുള്ളായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈശ്വര പാടൊക്കെ കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്. അതായത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ കോളേജ് എന്ന് പറഞ്ഞു വരുന്നത് അല്ലെ. നമ്മളിങ്ങനെ മനസ്സിൽ കോളേജിൽ പോകുന്നു, കോളേജ് കുമാരി അങ്ങനെ ഒരു വാക്കിന്റെ മലയാളത്തിൽ കോളേജ് കുമാരി. പക്ഷെ നമ്മുടെ കോളേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഡാർക്ക് ആയിരിക്കും അല്ലെ. അപ്പോ എല്ലാ തരത്തിലുള്ള ഡിപ്രഷൻ സങ്കടങ്ങളും മാക്കിൻഡോഷ് അതൊക്കെ ഇപ്പോ ഉണ്ടോ. സ്പഞ്ച് ഓറൽ കെയർ ആകെപ്പാടെ 2 പല്ല് മാത്രമുള്ള ഒരു അപ്പച്ചനുണ്ടായിരുന്നു. പുള്ളിക്ക് അടിയായിരുന്നുള്ളൂ ഓറൽ കെയർ ചെയ്ത് കാണിക്കാൻ. കാരണം 2 പല്ലിൽ തീരുവല്ലോ കാര്യങ്ങൾ. അപ്പോ അങ്ങനെയുള്ള എല്ലാവിധ വിഷാദങ്ങളോടുകൂടെ ആകെപ്പാടെ ഉണ്ടായിരുന്ന മനുഷ്യന്റെ ഭയങ്കരയോടുകൂടിയാണ് ഞാൻ എന്റെ നഴ്സിംഗ് പൂർത്തിയാക്കിയത്. പിന്നെ ഈ നഴ്സിംഗിന്റെ ബാക്കിയുള്ള ഈ ശരിക്കും ഉള്ള നഴ്സിംഗ് ഇത്ര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ നാട് വിട്ടതിന് ശേഷം. ഈ നോവലിൽ ശരിക്കും പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം നഴ്സസ് ഈ നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 10,000 അല്ലെങ്കിൽ 30,000 നഴ്സുമാരോളം നമ്മുടെ നാട് ഇവിടെ UK, കാനഡ, ഓസ്ട്രേലിയ ഒക്കെ പോകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പോകുന്നത് എന്നുള്ള ഒരു എനിക്ക് എന്റെ സൈഡിൽ നിന്ന് വിളിച്ചു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഈ നോവലിലേക്ക് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നി ഈ നോവൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാദം സെൽഫ് റെസ്പെക്ട്. നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്നിറ്റി എന്നൊരു സംഗതിയുണ്ട്. ആ പ്രൊഫഷണൽ ഡിഗ്നിറ്റി എന്നുള്ളത് എന്താണ് എന്ന് കുറച്ചും കൂടി മനസ്സിലായത്. ഇപ്പൊ നിങ്ങൾക്ക് ആ വാക്കിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവില്ല. കുറച്ച് പാടിപ്പോയൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം പ്രൊഫഷണൽ ഡിഗ്നിറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നഴ്സിനോട് പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഒരു ഇൻഡിപെൻഡന്റ് ജോലിയാണ് എന്ന് പോലും അറിയാത്ത ഒരു തൊഴിൽ സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഞാനിപ്പോ ഇങ്ങനെ കുറെ ഭയങ്കര കളിച്ചപ്പെട്ട വാക്കുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ UK ഒരു വാർഡിലാണോ ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ രാവിലെ വാർഡിൽ പോകുന്നു. വാർഡ് റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോക്ടറിന്റെ പുറകെ പുസ്തകമൊക്കെ സ്ഥാനമൊക്കെ പിടിച്ച് നഴ്സുമാരിങ്ങനെ പോകുന്നുണ്ട്. അവിടെ അങ്ങനെയൊന്നുമില്ല. ഡോക്ടറിന് രോഗി കാണണമെങ്കിൽ തനിയെ വന്ന് കണ്ടിട്ട് പോകണം. അതിന്റെ പുള്ളിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ എഴുതി വെക്കണം. നഴ്സസ് ആ ഫോൾഡർ എടുത്ത് നോക്കിക്കോളും. നമ്മളിങ്ങനെ പിന്നാലെ പോവുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാ ടീം മെമ്പേഴ്സിനും ഇതുപോലെ വന്ന് കാണും. രോഗിയെ ഡയറ്റീഷ്യൻ കാണും, ഫാർമസിസ്റ്റ് കാണും, ഓരോരുത്തരായിട്ട് വന്ന് കാണുന്ന ഓരോരുത്തരുടെ കാര്യങ്ങളായി വീട്ടിൽ വെക്കുന്നു. എന്നിട്ട് ഇതിന്റെ ഒരു തീരുമാനം, അതായത് മീറ്റിംഗ് എന്ന് പറയുന്നത് ബോർഡ് റൗണ്ട്സ് ആണ്. അതൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ബോർഡിന്റെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു ബോർഡിന്റെ താഴെ വന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നഴ്സുമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം.
നമ്മുടെ ഒരു എന്റെ കൂടെ ഞങ്ങളെല്ലാം പറയുന്ന ഒരു സെന്റൻസ് ആണ്, കൂടുതൽ നന്നായി സംസാരിക്കാൻ ബ്രിട്ടീഷ് നഴ്സസ് ആണ്. അപ്പൊ അവര് ഇപ്പൊ പറയും, ഡോക്ടർ റോ, ഐ തിങ്ക് യുവർ മെഡിക്കേഷൻ ഈസ് നോട്ട് വർക്കിംഗ്. അപ്പൊ ഡോക്ടർ റോ പറയും, okay, I'll keep an eye on that, or I would like to have more opinion from you. അല്ലെങ്കിൽ റോബ് പറയും, വീണ്ടും ഡിസ്കഷൻ മുന്നോട്ട് പോകും, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. വിദേശ സാഹചര്യം ഞാൻ ഇവിടെ ആലോചിക്കുകയാണ്, ഡോക്ടർ ശശിധരൻ നായർ, ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ മരുന്ന് പ്രവർത്തിക്കുന്നില്ല. പിറ്റേ ദിവസം അവർക്ക് പ്രവർത്തിക്കുന്നതിന് കാണിച്ചു കൊടുക്കുക. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അത് ഒരു വലിയൊരു ഈഗോ പ്രോബ്ലത്തേക്ക് പോയി വലിയൊരു ശീലം ബോൾഡ് മാറി തുടങ്ങിയ ശശിധരൻ നായർ നഴ്സുമായിട്ട് അല്ലെ. ഞാൻ ഈ നഴ്സിംഗ് ഉത്ഭവിച്ച സ്ഥലത്താണ് ഞാനിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കിങ്സ് കോളേജിലാണ് ഈ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ആർക്കൈവുകളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണല്ലോ നഴ്സിംഗ് തുടങ്ങി വെച്ച വനിത. അപ്പോ ഈ ഞാൻ ബ്രിട്ടനിൽ പോയ ഒരു സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സാറെന്നോ മാഡമെന്നോ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. ഈ ബ്രിട്ടീഷുകാരെ പോയിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് അങ്ങനെ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ സാർ വിളിച്ചിട്ട് പോലെ വിനയം വേണം മുഖം മുഴുവൻ. ബ്രഹ്മോദാസനെ വിചാരിക്കും ഈ അക്രമത്തിനാണോ ഞാൻ ഇന്നലെ മുതൽ ഇത് കേട്ടുകൊണ്ടിരിക്കുക. ഈ വർഷത്തെ നോവൽ സമയത്ത് ഞാൻ സാറിന്. അപ്പോ ഡോക്ടേഴ്സിന് നമ്മൾ സാറിന് വിളിച്ചാലും പോയാൽ വിനയം വേണം മുഖം മുഴുവൻ വിനയമൊക്കെ വാരി പൂരി വഴിയൊക്കെയാണ് നമ്മൾ നിൽക്കേണ്ടത് അല്ലെ. അപ്പോ ഈ സാറെന്നോ മാഡമെന്നോ ഉള്ള വിളികളൊന്നും ഈ പറഞ്ഞ ഫ്ലോറൻസ് നൈറ്റിംഗേൽ നഴ്സിംഗ് നെയ്തെടുത്ത് ഈ സ്ഥലത്ത് ഇല്ല. പിന്നെ ഈ പറഞ്ഞ മെർക്കുറിയുടെ ഒരു സാധനങ്ങളും യുകെയുടെ ഏഴകത്തോ കേട്ടാൻ പാടില്ല. കാരണം മെർക്കുറി ഒരു ഡേഞ്ചറസ് എലിമെന്റ് ആണ് ഇതിന്. ഇപ്പൊ പക്ഷെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എറണാകുളം മെഡിക്കൽ കോളേജിൽ ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾ ബൾബ് സ്റ്റെൻറ്റ് ബൾബാണ്. അപ്പൊ അവര് വളരെ ആവേശത്തോട് പറഞ്ഞു, ഇപ്പോഴും ഞങ്ങൾ ബൾബ് സ്റ്റെൻറ്റ് ബൾബാണ്. അപ്പൊ OPG-കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ ഫണ്ടോസ്കോപ്പ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്ന്. ഞങ്ങൾ അതിനെ പ്രാണിക്കുഴൽ എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത്. ഇത്രയും പ്രാകൃതമായി സ്റ്റെറ്റ് മുതൽ NST മുതൽ ഹൃദയങ്ങൾ ഇപ്പൊ കണ്ടുപിടിക്കാൻ ലോകത്ത് ഹൈടെക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്റെ അവിടത്തേക്ക് ബർത്ത് സെന്ററിലൊക്കെ ഏതോ ചെറിയ ഒരു നമ്മുടെ ഓയിൽ പോലത്തെ ഒരു സാധനം പേഷ്യന്റ് കൊണ്ടുവരും ഇത് ഹാർട്ട് ബീറ്റ് നോക്കാൻ. അപ്പോഴാണ് നമ്മൾ ഈ പ്രാണിക്കുള്ളിലൊക്കെ വെച്ച് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് എത്രമാത്രം മുന്നോട്ട് പോയി എന്ന് നമ്മുടെ നഴ്സിംഗ് കോളേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാഡംസ് സമ്മതിക്കത്തില്ല. മാഡം ഇതോടുകൂടി ഈ ക്ലാസ് സെഷൻ നിർത്തും, ഇനി ഈ സെഷൻ വീണ്ടും നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫണ്ടമെന്റൽ നഴ്സിംഗ് എവിടെ തുടങ്ങിയോ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കാൻ നമുക്ക് യാതൊരു മാറ്റം വരെ ഖുറാനും ബൈബിളും മാറ്റി എഴുതിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ ഫണ്ടമെന്റൽ നഴ്സിംഗ് പുസ്തകം നമ്മൾ മാറ്റി എഴുതിക്കാൻ സമ്മതിക്കത്തില്ല. യാതൊരു വിധത്തിൽ അഡ്വാൻസ്മെന്റ്സും നമുക്ക് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായത്തിലാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ബ്രിട്ടനിലൊക്കെ ഇങ്ങനെയാണ് അങ്ങോട്ടും അഭിസംബോധന ചെയ്തത്. ഇനി എന്റെ നഴ്സിംഗ് കോളേജിൽ അനുഭവമാണ്. ഞാൻ തിയേറ്ററിൽ ഞങ്ങൾ പോകും, നിങ്ങൾ പോയില്ലേ തിയേറ്ററിലൊക്കെ പോകുമ്പോ ഞാൻ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റുഡന്റ് ആയിരുന്ന തിയേറ്ററിൽ ഡോക്ടർ അവിടുത്തെ മെയിൻ HOD വരുമ്പോ എന്താ സംഭവം അറിയത്തില്ല. HOD വരുന്നു നമ്മുടെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ ഹെഡ് നഴ്സ് ഒരു ചെരുപ്പ് കൊണ്ടിറങ്ങി ഓടും. മൂപ്പറിന്റെ ചെരുപ്പാണത്, അതായത് ആ ഡോക്ടറിന്റെ ചെരുപ്പാണത്. അപ്പൊ ഈ വേറെ സ്റ്റുഡൻസ് ഒന്നും വിടാതിരിക്കാനായി ഹെഡ് നഴ്സ് അത് സൂക്ഷിച്ചിട്ട് കുട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരി ഡോക്ടർ വരുന്നത് ഈ ചെരുപ്പ് കൊണ്ട് ഇറങ്ങി കൂടും, എന്നിട്ട് ഈ ചെരുപ്പ് ഇട്ടോളും. അപ്പൊ ഞങ്ങളിങ്ങനെ മനസ്സിലോട്ട് വിചാരിക്കും, ഇതൊക്കെ എന്തൊക്കെയാണ് ആചാരങ്ങൾ, മറ്റേ പാദമുദ്രയൊക്കെ സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് ഞങ്ങൾ കളിയാക്കുമായിരുന്നു. വേറെ ICUവില് ഒരു ഡോക്ടർ വരുമ്പോ അവിടുത്തെ ഹെഡ് നഴ്സ് ഈ പറഞ്ഞ സാനിറ്റൈസറും മാസ്ക് ഒക്കെ കൊണ്ടിറങ്ങി കൂടും. ഇങ്ങർക്ക് മാസ്ക് കൊടുക്കുക, സാനിറ്റൈസർ കൊടുക്കുക തുടങ്ങിയ പ്രവൃത്തികളില്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, ഒരു 10,000 പ്രാവശ്യം ചോദ്യത്തിന് ഉത്തരം പഠിപ്പിക്കും, ഹൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ എ ഹോസ്പിറ്റൽ. പേഷ്യന്റ് തെളിയിലെ മാർക്ക് പോകും, പക്ഷെ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് തോന്നുന്നത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ ഡോക്ടറാണ്. നമ്മുടെ ജോലി ഒരു ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുക, അല്ല ഒരു ഡോക്ടറിനെ പരിപാലിക്കുക. അത് നമ്മളൊരു പുതിയ യൂണിറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ സീനിയേഴ്സ് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അത് ദേവസ്വം ഇങ്ങനത്തെ രീതിയാണ് കേട്ടോ, ദേവസ്വം എഴുതാൻ പാടില്ല, പക്ഷെ സേവസ്വം അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അപ്പൊ ഞാനിങ്ങനെ ആരെങ്കിലും
ഇവരുടെ രീതികൾക്കനുസരിച്ച് ഇവിടുത്തെ സിസ്റ്റം നേരാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വേണു സാറിന് എങ്ങനെയാണെങ്കിൽ സേതു സാറിന് എങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ എന്താ എല്ലാം എനിക്ക് വരെ പോലെ ഞാൻ രോഗിയെ നോക്കിയാൽ പറയും എന്ന് ഞാൻ ചോദിക്കണം അല്ലെ? ആ ചോദിക്കുന്നിടത്താണ് നമ്മൾ ഈ മാറ്റം വരാൻ പോകുന്നുള്ളൂ. അതുപോലെ മെഡിക്കൽ കോളേജിൽ നിങ്ങളുടെ നഴ്സിംഗ് കോളേജിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് അറിയാമായിരിക്കും. നമ്മൾ നഴ്സിംഗ് എന്നുള്ള രീതിയിൽ എന്താണ് നഴ്സിംഗ് എന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട വലിയൊരു ആവശ്യമുണ്ട്. ഞാനൊക്കെ പഠിക്കുന്നിടത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PSC സ്റ്റാഫോ പിന്നെ ഒരു സ്റ്റുഡന്റ് കാണുന്നു. എന്നിട്ട് നമ്മൾ ഈ വാടിക്കൂടെ നടക്കുമ്പോൾ ഒരു 10,000 പേര് ഷൂ ഷൂ ഇപ്പോൾ വിളിക്കുന്നുണ്ട് ഷൂ ഷൂ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നിഗൂഢമായ തീരുമാനങ്ങൾ ഒന്നിച്ചിരുന്നെടുക്കും. ഷൂന്ന് വിളിച്ചാൽ അങ്ങോട്ട് നോക്കൂല, പോകില്ല, ഇപ്പൊ മാറ്റിക്കൊടുക്കില്ല, അങ്ങനെ സിസ്റ്റർ വിളിക്കുമ്പോ പോയാൽ മതി. കാര്യം എന്നിട്ട് കുറച്ച് ഇപ്പൊ വളരെ ശക്തമായ ഷൂ വിളിക്കുമ്പോൾ നമ്മൾ എന്നെ പോയി മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവര് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ സമൂഹം നമ്മൾ കാണുന്നത് ഏതോ ഒരു അശ്ലീല കഥാപാത്രങ്ങൾ ഈ കോമഡി ഷോകളിലൊക്കെ ഉള്ള പോലെ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള നഴ്സിംഗ് കെയറുകളൊക്കെ ചെയ്യുന്ന അങ്ങനെ മാത്രമേ അവർക്ക് ശരിക്കും നഴ്സിംഗ് എന്താണ് എന്ന് അറിയുള്ളൂ. നഴ്സിംഗ് പ്രൊഫഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഇപ്പൊ നമ്മൾ നഴ്സിംഗ് കോളേജിൽ പോകുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അറിയാം ഈ ഭയമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നൊക്കെ പറയുകയുണ്ടായിരുന്നു. ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ വളരെ കാലം കൊണ്ട് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നമ്മൾ വളരെ കൂടുതൽ എന്താണ് ഒരുപാട് ഹയർ എമൗണ്ടിൽ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയൊരു സാധനമാണ്. എന്റെ ഒരു അനുഭവം വെച്ചാൽ നഴ്സിംഗിന് സാധാരണ വരിക പെൺകുട്ടികളാണ്. പെൺകുട്ടികൾക്ക് പിന്നെ ചെറുപ്പകാലം മുതലേ നമുക്ക് ഭയവുമായിട്ട് സബ്സ്ക്രിപ്ഷൻ വീട്ടുകാരൊക്കെ എടുത്തു തരും. കാലാക്കാൻ പാടില്ല, മണക്കടിയിലിരിക്കാൻ പാടില്ല, മുടി നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ കരയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ തലയ്ക്കുള്ളതാണ്. അങ്ങനെ തന്നെ പേടിച്ച് വളർന്ന് വളരെ ഒതുങ്ങിയൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാലോ മുടി തപ്പിക്കണം, സെക്കൻഡ് സ്റ്റാൻഡ് ഇടാൻ പാടില്ല, എന്തൊക്കെയുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചിരിക്കാൻ പാടില്ല, മേക്കപ്പ് ചെയ്യാൻ പാടില്ല, നഖം വളർത്താൻ പാടില്ല, കുടിസിടാൻ പാടില്ല, ഇട്ടാൽ തന്നെ വിഴുങ്ങാൻ പാടില്ല. ഇപ്പോഴത്തെ ഇവിടെ ഉണ്ടോ ഇങ്ങനെ ഒരു 10,000 റൂൾസുമായിട്ടാണ് നമ്മൾ നഴ്സിംഗ് പഠിച്ചിരുന്നത്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാവട്ടെ ഡോക്ടർമാരോട് ഞാൻ പഠിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ 1-2 ഡോക്ടർമാർ പേര് ഞാൻ പറയുന്നില്ല, റിട്ടയർ ആയി പോയിട്ടുണ്ടാവും. അവര് ഭയങ്കര ഉദാര മനസ്കരായ ഡോക്ടേഴ്സ് ആണ്. അവരുടെ റൗണ്ട്സില് ഈ മെഡിക്കൽ സ്റ്റുഡൻസിനെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ അവർ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. നമ്മൾ ബാക്കിലൊക്കെയാണ് സ്റ്റുഡൻസ് എന്താ പറഞ്ഞത്, എന്താ അവിടെ സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല. ആ റൗണ്ട്സിന്റെ സൈഡിൽ തന്നെ പോയി ചേർന്ന് കുറച്ചൊക്കെ നിന്നിട്ട് നമ്മളിങ്ങ് പോരും. നമുക്ക് ആ റാഷണൽ എന്താണ് എന്ന് കഴിവതും പറഞ്ഞു തരാൻ പോകില്ല. കാരണം അല്ലെങ്കിൽ അവരെ നമ്മളിങ്ങനെ ഇൻവിസിബിൾ ഒക്കെ ആയിരുന്നു. ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, ആരും എന്തിയാവുന്നില്ല, ചുമ്മാ റൗണ്ട്സിൽ നിൽക്കുന്നു. സർജറിക്ക് തിയേറ്ററിലാണ് ഞാൻ ഇതേപോലെ 3rd year 2nd year പോകുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അവിടെ കാലത്ത് നടക്കുന്നു, കുറച്ചൊക്കെ നോക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അതുപോലെ തന്നെ ഒരു റൗണ്ട്സിനിടയിൽ നമ്മുടെ മാഡംസ് ആരെങ്കിലും വന്നൊരു ഡോക്ടറിന്റെ അടുത്ത് എന്താ നിങ്ങളിപ്പോ എഴുതി എന്ത് മരുന്നാണ് എന്ന് ചോദിക്കാനുള്ള ഒരു ഗട്സ് പോലും അന്നത്തെ കാലത്ത് കാണിച്ചിരുന്നില്ല. ഞാനിപ്പോ UK ബോർഡ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ജോലി ചെയ്ത് ഇന്റർനാഷണൽ റേഡിയോളജിയിലാണ്. അവിടെ ഒരു സ്ക്രബ് ചെയ്ത് കയറുന്ന ഒരു തിയേറ്റർ പോലത്തെ പരിപാടിയാണ്. അപ്പൊ റേഡിയോളജിസ്റ്റ്, നമ്മൾ റേഡിയോളജി ഡോക്ടർ, ഇമേജിയോളജിസ്റ്റ്, അങ്ങനെ ഒരു ടീം തന്നെ ഉണ്ടാവും. ഈ ടീം ഈ ആദ്യം രോഗിയെ കണ്ട് ഡോക്ടർ സംസാരിക്കും, എന്ത് ആക്രമണമാണ് അങ്ങനെ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് രോഗിയെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതും ഇവിടത്തെ പോലും അല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, ഏകദേശം അയാൾ ചോദിക്കുന്ന കംപ്ലീറ്റ് ചോദ്യങ്ങൾ ഉത്തരവ് വേണ്ടി. കാരണം അവിടെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അറിവുള്ളവരാണ്. അവര് ഗൂഗിളൊക്കെ നോക്കി എന്താ അവര് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ ഏകദേശം ഡോക്ടർ ഒരു 2-2.5 മണിക്കൂർ പറഞ്ഞ് ഒരു 4-5 ബോട്ടിൽ വെള്ളം കുടിച്ചാല് സർജറിക്ക് കയറുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞില്ല ഈ ടീമിനെ വിളിച്ച് ടീം ബ്രീഫ് എന്ന് പറഞ്ഞൊരു സംഗതി. ഈ ടീം ബ്രീഫിന്റെ ഇടയിൽ ഈ നഴ്സിനാണെങ്കിലും ഈ ഇമേജിയോളജിസ്റ്റിനാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു ചലഞ്ച് ചെയ്യാം ഡോക്ടറിന്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, എനിക്കൊരു ചലഞ്ച് ഉണ്ട്. അപ്പൊ ഈ ടീം ബ്രീഫ് കഴിഞ്ഞ് അവിടെയൊക്കെ ഡോക്ടേഴ്സ് ചോദിക്കും, എനിക്ക് ചലഞ്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് ചെയ്യാനുണ്ടോ? അവിടെ മിക്കവാറും ബ്രിട്ടീഷ് നഴ്സസ് എനിക്കറിയുന്ന വളരെ ബോൾഡായ നഴ്സസ് ഒക്കെ ചലഞ്ച് ചെയ്യും. ഇത് കഴിഞ്ഞ വർഷം ഇതേ പരിപാടിയിൽ നിങ്ങൾ ചെയ്തത് ഇതിപ്പോ ഒത്തില്ലല്ലോ, എന്തെങ്കിലും മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്.
അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും നമ്മുടെ നാട്ടിലൊക്കെ സർജൻ വരുന്നെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ പേടിച്ച് സ്കബ് ചെയ്യാനുള്ള പുറകെ കെട്ടാനുള്ള സംഭവങ്ങൾ റെഡിയാക്കിയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ പരിപാടി ഇപ്പോഴും ചെയ്യുന്നത് അതൊക്കെ ഒത്തില്ലല്ലോ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റുമോ? അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷണൽ സൗഹാർദ്ദത്തിലേക്ക് നമ്മൾ എപ്പോ നഴ്സിംഗിനെ കൊണ്ടുവരുമോ അന്നേ നമ്മൾ ഈ പ്രൊഫഷനിൽ ഇൻഡിപെൻഡന്റ് ആകും. അതായത് നമ്മൾ വീണ്ടും പറയേണ്ട ഒറ്റൊരു പോയിന്റ്, വി ആർ നോട്ട് ആൻ ഓർഡർലി. നമ്മൾ ഓർഡർലി അല്ല. പലരും മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കിയിരിക്കുന്ന നഴ്സിംഗ് എന്താ അറിയോ, ഈ എഞ്ചിനീയറിംഗുകാരൊക്കെ പണം വരയ്ക്കുന്നു, കെട്ടിടങ്ങളുടെ പ്ലാനൊക്കെ വരയ്ക്കുന്നു, മേസ്തിയിൽ ചാർജും സിമെന്റൊക്കെ കൂട്ടി. അതുപോലെ ഡോക്ടറാണ് ഈ ചികിത്സയൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമ്മളിതിങ്ങനെ നടപ്പിലാക്കുന്ന ഒരാളാണ്. നമ്മൾ വീണ്ടും പറയേണ്ട കാര്യം, നമ്മൾ ഡോക്ടറുടെ കീഴുദ്യോഗസ്ഥരല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഡോക്ടറിന്റെ കീഴുദ്യോഗസ്ഥരല്ല. മൂപ്പര് ജെന്നി നമ്മൾ കുടിയാനുമാണ് കൊണ്ടൊരു ധാരണ ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. നമ്മൾ ഒരു ടീം വർക്കാണ്. വളരെ സമാന്തരമായി സഞ്ചരിക്കുന്ന, വളരെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സ്ട്രീമാണ് നഴ്സിംഗും മെഡിസിനും. നമ്മൾ രണ്ടുപേരും പേഷ്യന്റിനെ ചികിത്സിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്കും ഡയഗ്നോസിസ് ഉണ്ട്, ഞങ്ങൾക്കും ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. നമ്മൾ രോഗിയെ ഹീൽ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതൊരു വലിയ പോയിന്റ് ആണ്. നമ്മുടെ ജോലി ഒരു ഇൻഡിപെൻഡന്റ് ജോലിയാണ്, ഇൻഡിപെൻഡന്റ് പ്രൊഫഷനാണ്. അത് നമ്മൾ ഉറക്കെ പറയുക തന്നെ വേണം. നമ്മൾ ഒരാളുടെയും കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളതാണ് പ്രധാനം. ഇത് എനിക്ക് മനസ്സിലായത് ഞാൻ പുറം രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്തതിന് ശേഷമാണ്. നഴ്സിംഗ് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഫഷൻ ആണ് എന്നുള്ളത്. നമ്മുടെ സെൽഫ് റെസ്പെക്ട്, നമ്മുടെ സെൽഫ് ഡിഗ്നിറ്റി ഒക്കെ തുടങ്ങുന്നത് നമ്മുടെ ജോലി ഒരു ഇൻഡിപെൻഡന്റ് ആയ ഒരു നഴ്സ് പ്രാക്ടീഷണറോളം മുതിരാൻ സാധ്യതയുള്ള ഒരു പ്രൊഫഷനാണ് നമ്മളത് എന്ന് മനസ്സിലാക്കുന്ന മൊമെന്റ് ആണ്. അപ്പോ നമുക്ക് ഈ ചാലഞ്ച് ചെയ്യാൻ തോന്നും, നമുക്കും സജഷൻസ് പറയാൻ തോന്നും, നമുക്കും കെയറിൽ ഇൻവോൾവ് ആകാൻ തോന്നും. നമുക്ക് നമ്മുടെ ജോലിയോട് നമുക്ക് കുറച്ചുകൂടി ഒരു സ്നേഹവും ആദരവും ഒക്കെ തോന്നും. അല്ല നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ ഡോക്ടർ എന്ത് പറഞ്ഞാലും ഡോക്ടറിനെ താങ്ങി അല്ലെങ്കിൽ ആരെങ്കിലും മാനേജ്മെന്റുകളെ താങ്ങി ഒക്കെ നമ്മൾ ജീവിക്കാനും മറ്റും തുടങ്ങി കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് നമ്മളോടുള്ള ആത്മാന്തരം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇതൊക്കെയാണ് ഈ നഴ്സിംഗ് സംബന്ധമായി ഈ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചു, ഇതിൽ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് ഗവൺമെന്റ് ആശുപത്രി, സർക്കാർ ആശുപത്രിയിൽ നിന്നും വിദേശത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്ന ഒരു നഴ്സിന്റെ കഥ എഴുതിക്കൂടെ, എന്തിനാണ് ഇത് കോർപ്പറേറ്റ് പശ്ചാത്തലം രണ്ടുപേരും. കാരണം ഞാൻ സർക്കാർ ഹോസ്പിറ്റലുകളിലാണ് ജോലി ചെയ്തത്, എയിംസ് ചിപ്പറിലൊക്കെ ജോലി ചെയ്തു, അതെല്ലാം രാജിവെച്ച ആളാണ്. അപ്പൊ അവിടെ എല്ലാം ജോലി ചെയ്ത് എനിക്ക് കണ്ടെങ്കിൽ സർക്കാർ ആശുപത്രിയുടെ കാര്യം എഴുതും. അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞത് സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഒരു നിൽക്കില്ല, ഒരു 4-5 ബുക്കോ സീരീസോ ഒക്കെ എഴുതേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് സർക്കാർ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ. എന്റെ സാഹചര്യം ആയിരുന്നു എനിക്കറിയത്തില്ല. ഞാനൊക്കെ ഒരു 80-90 പേഷ്യൻസ് ഉള്ള വാർഡിൽ വരുന്നു. കുറെ CP-യും ടാക്സിയും എല്ലാം കൂടെ ഇങ്ങനെ കലക്കും. 20 CP, 30 ടാക്സിയും അങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും നിങ്ങൾ സെക്രട്ടറി ആക്സോൺ വാർഡിൽ പോയവരെല്ലാം മുഴുവൻ കലക്കി വെക്കുന്നു. ഒരു സൈഡിൽ നിന്ന് കൊടുത്ത് തുടങ്ങുന്നു. ആരാ വന്നത്, അവർക്ക് കിട്ടി, എവിടേക്ക് പോയി, യാതൊരു പിടിയില്ല. വരുന്നവര് മരുന്ന് കൊടുക്കുന്നു. പിന്നെ നിലത്ത് വഴിയിൽ വരാതെ എവിടേക്ക് രോഗി കിടക്കുന്നത് ഒരു പിടിയില്ല. ഈ ഏതെങ്കിലും വിദേശ രാജ്യത്തിലേക്ക് പോയിട്ട് ഞങ്ങളുടെ പേഷ്യന്റിന് ഞങ്ങൾ ഏകദേശം നാട്ടിലായിട്ടാണ് കിടത്തുക എന്നൊക്കെ പറഞ്ഞ അവർക്ക് ശരിക്കും അന്തം വിട്ട് നിൽക്കും. ഞങ്ങൾ 2 കട്ടിലുകളുടെ ഇടയിലായിട്ട് ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മാത്രമേ നമ്പർ വെച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരന്തം വിടുള്ളൂ. ഇത്രയും മനുഷ്യരുടെ രഹിതമായിട്ടുള്ള ചികിത്സ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു പ്രക്ഷോഭം നടത്താനുള്ളതുണ്ട്. ഞങ്ങൾ ഇന്ന് മുതൽ രോഗികളെ ഇങ്ങനെ നിലത്ത് കിടത്തില്ല എന്നൊരു സർക്കാരിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര നടപ്പിലാണെന്ന് എനിക്കറിയില്ല. ശരിക്കും അത് ലോകത്തിലെ ഏറ്റവും മനുഷ്യരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അല്ലെ. പക്ഷെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കുനിഞ്ഞ് കിടന്ന് കാൻഡിഡേറ്റ് മരുന്ന് കൊടുത്ത് ഒരു 10 ഫ്ലോർ പേഷ്യന്റ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ നഴ്സിന്റെ നട്ടലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അവിടെയൊക്കെ മൂവിനെ ഹാൻഡിലിങ്ങിനും നമ്മുടെ മൂവ്മെന്റ് എങ്ങനെയൊക്കെ വേണം എന്നുള്ളതിന് ഒരു 4-5 സെക്ഷനുകൾ തന്നിട്ട് മാത്രമേ നമ്മളെ വാർഡിൽ വിടുകയുള്ളൂ. എങ്ങനെയൊക്കെയാണ് ഒരു പേഷ്യന്റിനെ മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരം നമ്മൾ മൊബിലൈസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല.
അല്ലെ? അപ്പൊ ഒരു ഇഞ്ചക്ഷൻ തൊഴിലാളിയായിട്ടാണ് ശരിക്കും നഴ്സിനെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഈ വാർഡുകളിലുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ആണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആത്മാവന എന്നുള്ള വാക്കിൽ ഒരുപാട് വിലയുണ്ട്. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ സാഹചര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ വളരെ ഗ്ലോറിഫൈഡ് ആണെങ്കിലും അവിടെ വളരെ വളരെ എന്താ പറയുക, നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബോംബെയില് അവരുടെ ENT ഏരിയയിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വന്ന് അവരുടെ നഴ്സ് ഈ നഴ്സുമാരായിട്ട് നിരത്ത് നിർത്തിയിട്ട് നോക്കും. നിങ്ങളുടെ ഗ്രൂമിങ് എങ്ങനെയുണ്ട്, നിങ്ങൾ ഗ്ലോവ്സ് ഇട്ടിട്ടുണ്ടോ, എങ്ങനെയുണ്ട് നിങ്ങൾ ഗ്രൂം ചെയ്തിരിക്കുന്നത്. അപ്പോ ലിറ്ററലി അവർ നമ്മളെ കാണുന്നത് ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗോളായിട്ടോ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എന്റെ അമ്മയുടെ തിമിര ശസ്ത്രക്രിയക്ക് പോയപ്പോഴത്തേക്കും ഒരു റിസപ്ഷനിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അപ്പൊ എനിക്ക് അതിന്റെ കൗതുകം, എന്താ ഈ കൗൺസിലിംഗ്, എന്തെങ്കിലും തിമിര ശസ്ത്രക്രിയ ചെയ്തേ പറ്റില്ല, കൗൺസിലിംഗ് വഴി അമ്മയുടെ കണ്ണിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ടോ, എന്താ കൗൺസിലിംഗ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാം, തിമിരത്തെയും കൗൺസിലിംഗും കൗൺസിലിംഗ് മുറിയിൽ കൊണ്ടുപോയപ്പോ അവരിങ്ങനെ പറഞ്ഞു, അതായത് ഇത്രയും പാക്കേജ് എടുക്കണമെങ്കിൽ നാടൻ ലെൻസ് ആയിരിക്കും കിട്ടുക, ഇത്രയും പാക്കേജ് എടുക്കണമെങ്കിൽ ജർമ്മൻ ലെൻസ് ആയിരിക്കും കിട്ടുക, ഇത്രയും പാക്കേജ് ആയി കഴിഞ്ഞാൽ മാഡം അമേരിക്കൻ ലെൻസ് ആണ് കിട്ടുക. അമ്മയോട് വളരെ സ്നേഹമുള്ള ആളാണെന്ന് കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ ഞാൻ എനിക്കും ഒരു അഭിമാനം ഉണ്ടാവും, ഇത്രയും സുന്ദരി ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ട് അമേരിക്കൻ ലെൻസ്. ഇതാണ് ശരിക്കും പറഞ്ഞാല് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ള സാഹചര്യം. സെയിൽസ്മെനുകളും ടാർജറ്റ് ഗ്രൂപ്പുകളും അവർക്ക് ടാർജറ്റ് തികയ്ക്കണം. നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന്റെ ഒരു മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളുടെ അകത്ത് ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇതിലൊരു ആരെങ്കിലും ഒരാൾ മോശമായ രീതിയിൽ നോക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളോട് അയാൾ ഒരു ശീല തമാശ പറയുന്നു, നമുക്ക് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക അയാൾ നമ്മളുമായിട്ടുള്ള ഒരു എന്താണ് അയാളുടെ പവർ എന്നുള്ളത്. ഒരു മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനോട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഉത്തരം പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈസ് പവർഫുൾ എന്ന് നമുക്ക് തോന്നിയിട്ടാണ്, അല്ലെ? ഒരു ഡോക്ടറിനോട് തിരിച്ചൊരു ചോദ്യം, എന്തിനാണ് ഈ റാൻഡായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് പേടിയാണ്. പക്ഷെ നമ്മളത് ചോദിക്കാൻ നമുക്ക് പ്രൊഫഷണലി ഫുൾ റൈറ്റ് ഉണ്ട്. എന്തിനാണ് ഇപ്പൊ റാൻഡായിട്ട് എഴുതിയത്, റാഷണൽ അറിഞ്ഞാൽ ഞാനിപ്പോ കുറിച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ മൂപ്പർ പറയാൻ പുള്ളി ബാധ്യസ്ഥനാണ്. പുള്ളിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റാഷണൽ കൊടുക്കുന്ന ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. പക്ഷെ അങ്ങനെ ചോദിക്കാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് പേടിയാണ്, അല്ലെ? വി ആർ അഫ്രൈഡ് ഓഫ് ഹിം. അപ്പൊ കാരണം നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. റൗൺസിന് വരുന്നു എന്നൊക്കെ പറഞ്ഞ തെച്ചിക്കാട്ടെ രാമചന്ദ്രൻ വരുന്നു, ആന വരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ഡോക്ടർ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ? എന്റെ വലിയൊരു അനുഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ വളരെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു ഡോക്ടർ അന്നത്തെ ഒരു ചെറിയൊരു നഴ്സിംഗ് സ്റ്റുഡന്റിനുള്ള ഒരു വൃത്തികെട്ട തമാശ ഞാനും ഉണ്ടായിരുന്നു അന്ന്. വാർഡിലെ, അതായത് ICUലുള്ള മെയിൻ ഹെഡ് സിസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു തമാശയാണ് പറഞ്ഞത്, പക്ഷെ അതിലൊരു അശ്ലീല ചുവയുടെ തമാശ ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു, ഈ കുട്ടി കരയുകയും ചെയ്തു. ശരിക്കും അത് കഴിഞ്ഞപ്പോ ഞാനവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കംപ്ലൈന്റ് അവിടെ ഹെഡ് സിസ്റ്റർ പറയാം, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം ശരിക്കും അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഒരു തമാശ രീതിക്ക് ഉദ്ദേശിച്ചതാണ്, ഇതൊക്കെ പോട്ടെ മാറുകളാ, അതൊരു പ്രശ്നമാകണ്ട, സാർ ഒരു വിശാല ഹൃദയനാണ് പറയാമോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിശാല ഹൃദയമാണ്, അല്ലെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സിന് വേണ്ടി സംസാരിക്കുന്ന ഡോക്ടേഴ്സിന്റെ നഴ്സസ്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ നഴ്സസ്, അങ്ങനെ കുറെ. ഇനിയിപ്പോ നിങ്ങൾ സമൂഹത്തിൽ പോയാൽ ആണുങ്ങളുടെ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ചില ഗ്രൂപ്പുകൾ നിങ്ങൾ കാണും. അതായത് അവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഏട്ടപ്പാവാട ആ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ സഹപ്രവർത്തകർ നമുക്കൊപ്പം ഉണ്ടാവും. അതായത് നമ്മൾ എന്തുമാത്രം റെസിസ്റ്റ് ചെയ്താലും, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവരായിരിക്കും അവരുടെ ഏറ്റവും നല്ല സ്റ്റാഫ്. അതായത് വളരെ എല്ലാവർക്കും പ്രിയപ്പെട്ട ആ യൂണിറ്റിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അങ്ങനത്തെ സ്റ്റാഫുകളായിരിക്കും. അപ്പോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു സമൂഹത്തിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ അത്
നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നഴ്സിംഗ് പ്രൊഫഷനിൽ നിങ്ങളുടേതായ രീതിയിൽ അതിനെ ആത്മാദനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. അപ്പൊ ഈ പറഞ്ഞ നാളെ മുതൽ നിങ്ങൾ ചോദ്യം ചോദിച്ചു തുടങ്ങി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മാഡം മെഡിക്കൽ കോളേജിൽ നിന്ന് ചോദ്യം വരും, എന്താണ് ഈ ബാച്ചുലർ കുട്ടികൾ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, റാങ്കായിട്ട് ഏതെല്ലാം എഴുതിയത്, പാരസെറ്റമോൾ 4 പ്രാവശ്യം ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിയിട്ടാണോ എന്നൊക്കെ. അപ്പൊ മാഡം പറയും, ഇവിടെ ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. അങ്ങനെ നാളെ മുതൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും, നിങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഇനി അത് മാത്രമല്ല, നഴ്സിംഗ് പ്രൊഫഷന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നഴ്സിംഗിന്റെ ഒരു പാത കൂടിയ രീതിയിൽ ഉള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൊക്കെ ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ കുട്ടപ്പൊന്നും അഴിക്കില്ല, പിന്നെ കുട്ടപ്പോട് കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. അധികം പുറത്തും പോകാൻ തൊടാറില്ല, കാരണം എന്റെ അമ്മ ഒരു നഴ്സാണ്. അമ്മ ഒരുങ്ങാറില്ല, കാരണം എന്റെ അമ്മ ഒരു നഴ്സാണ്. വലിയ ഇത്രയൊക്കെ മതി, ആർഭാടങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറുക. പ്രത്യേകിച്ച് ജീവിതത്തിൽ എല്ലാ കളർഫുള്ളായ സൈഡുകളും മാറ്റി വെക്കുകയാണ്. മാത്രമല്ല ത്യാഗ സമ്പൂർണമായ ജീവിതം നയിക്കാൻ പോവാണ് എന്നൊക്കെയുള്ള രീതിയിൽ മാറിപ്പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തി വെക്കുക, പിന്നെ ഒരു ഡള്ളായിട്ടുള്ള ഒരു ജീവിതം മാത്രം നയിക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും ആയി പോകരുത്. ഈ നഴ്സിംഗ് ഒരു വളരെ സുന്ദരമായ പ്രൊഫഷനാണ്. വെറുതെ അവസരം പറയും പോലെ ഈ പ്രൊഫഷൻ അങ്ങേയറ്റം ഒരു ഹോസ്റ്റസിനെ പോലെ ഒരു വളരെ സ്റ്റൈലിഷ് ആയി കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ജോബാണ്. പിന്നെ ഒറ്റ ഒരു ഡിഗ്രി കൊണ്ട് നാട് മുഴുവൻ നിങ്ങൾക്ക് കറങ്ങണം, ഏത് രാജ്യത്ത് വേണമെങ്കിൽ പോണം എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഡിഗ്രി ഉള്ളൂ. ബാക്കി ആർക്കും അത് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് നഴ്സിനെ കല്യാണം കഴിച്ചാലോ നഴ്സ് ഒരു വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനായി മാറുന്നത്. ജർമ്മനിയോ ഓസ്ട്രേലിയയോ കാനഡയോ UK സ്വിറ്റ്സർലൻഡോ എവിടെയും പോകാണ്ട് ഒറ്റ ഡിഗ്രി മതി, പോസ്റ്റ് ഡിഗ്രി പോലും വേണമെന്നില്ല. എന്റെ അറിവിൽ ചില ജിൻസി നഴ്സസ് ഒക്കെ ഉണ്ട് UK. അവർ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ കാലത്ത് പോയി ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആൺകുട്ടികൾ കുറവാണ്, എന്നാലും നിങ്ങൾ കപ്പിളായിട്ടും അല്ലാതെയും ഒക്കെ ജിപ്സി നഴ്സുകളായി അലഞ്ഞു തിരിഞ്ഞ് ജോലി ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കും. അപ്പോ ഈ നഴ്സിംഗ് കോളേജിന്റെ ഈ അതിർത്തിക്ക് വെളിയിലേക്ക് വലിയ ലോകമുണ്ട്, സാധ്യതയുണ്ട്. ഗംഭീരമായി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ ലൈഫ് കൊണ്ടുപോകാൻ പറ്റട്ടെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇത്ര നേരം അതിന് വായിക്കുന്നത് കേട്ടിരുന്നേ ഒരുപാട് നന്ദി. ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ച സമയത്താണ് ഭാഗമായിട്ട് ഞങ്ങൾക്ക് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി ICU പോസ്റ്റിംഗ് ആണ്. അപ്പൊ അവിടുത്തെ അന്നത്തെ ഡോക്ടർ സാറ് വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പം ഞങ്ങളെ അന്ന് അവിടെ MD സ്റ്റുഡൻസും ഞങ്ങളും കൗൺസിൽ നമ്മൾ പോണം. എന്താ പറയാ, നമ്മളെ കരുതുന്നു, അതുപോലെ നമുക്ക് പഠിപ്പിക്കാനൊക്കെ അവർ തന്നെ എല്ലാ ദിവസം പ്രോഗ്രസ് ഒക്കെ ഇടുന്നു. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നോളജബിൾ ആവും. അതായത് സാർ കൗൺസിൽ വരുമ്പോൾ നമ്മളെ എന്താണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഇപ്പൊ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയ ഒരു നിമിഷങ്ങളാണ് എനിക്ക് ഓർക്കുന്നു. കാരണം അതൊക്കെ സീനിയേഴ്സ് തേടിയതുകൊണ്ട് അപ്പം സീനിയേഴ്സ് വന്നിട്ട് പറയും കാർഡിയോളജി ഒക്കെ നന്നായി പഠിച്ചിട്ടോ സാർ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് നമുക്ക് അവിടെ നല്ലൊരു വിലയുള്ള ഒരു സമയമായിരുന്നു. അതായത് നമ്മളെ കൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ഓരോ പേഷ്യന്റ് എടുത്ത് പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 24 hours നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ നമ്മൾ ഡ്യൂട്ടി അതുപോലെ തന്നെ പേഷ്യന്റ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് സ്റ്റുഡന്റ് ലൈഫിൽ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാണ്ടി ലഭിച്ചു. പക്ഷെ ആ സമയത്ത് നമുക്ക് ECG എല്ലാം തറവായിട്ട് പേഷ്യന്റ് ഡീറ്റെയിൽസ് അപ്പൊ നമ്മൾ തന്നെ പേഷ്യന്റ് ഡീറ്റെയിൽസ് ഒക്കെ റൗണ്ട്സിന്റെ സമയത്തൊക്കെ പറയുന്നത്. അപ്പൊ സാറ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആ സമയത്തൊക്കെ. നമുക്ക് ഓരോ ഡ്രഗ്സിന്റെ കാര്യങ്ങൾ കാര്യങ്ങൾ ഡ്രഗ്സ് അപ്പൊ ഞങ്ങൾ അതൊക്കെ എല്ലാം വാങ്ങിച്ചു. സാർ ഭയങ്കര നല്ല മണിമണിക്ക് ആൻസറൊക്കെ പറയുമ്പോൾ സാറിന് ഭയങ്കര ടീമൊക്കെ ആയിട്ട് അപ്പൊ പറയും ക്ലാസ് എടുക്കുക, ഡോക്ടർ ബെഞ്ചിൽ ക്ലാസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയാ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ പ്രൊഫഷനെ കുറച്ചുകൂടെ സ്നേഹിക്കാനോ പഠിക്കാനോ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതുപോലെ നമ്മുടെ രണ്ടാമതിന്റെ തേടിയത് ഞങ്ങൾ അഡ്വാൻസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിസിറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോൾ കുറച്ചുകൂടെ ഒരു സന്തോഷം തോന്നിയത്. കാരണം അവിടെ നഴ്സസ് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതല്ല.
എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻസ് ഉള്ളത് സർക്കാരിന് കുറച്ചുകൂടി എൻവയോൺമെന്റിന്റെ കുറച്ചുകൂടി നമുക്ക് സ്റ്റുഡൻസിനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് നമുക്ക് നിയമപരമായിട്ട് എന്തൊക്കെയാണ് ഒരു ലെജിസ്ലേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് എൻഹാൻസ്മെന്റ് സാധിക്കുന്നത് ഇപ്പോൾ സെന്റികളും പറഞ്ഞതുപോലെ അണ്ടർപ്രദേശ് മൈൻഡ്സ് ആണ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാറുള്ളത് അപ്പൊ ത്രൂ ലെജിസ്ലേഷൻ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ട് നല്ല ചോദ്യമാണ് അത്. ശരിക്കും അത് കുറച്ചും കൂടി ഒരു ഹയർ ലെവലാണ്. അപ്പൊ നമുക്ക് നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണമെന്ന് ഞാൻ പറയുന്നത് ശരിക്കും ഏറ്റവും ഒരു സാധാരണ നിലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബാക്കി ഒരു ഹയർ അതോറിറ്റിയിലുള്ളവർക്ക് ഒരു വ്യവസ്ഥിതി നമ്മൾ ഈ പറയുന്ന സിസ്റ്റം തന്നെ മാറ്റുക എന്നുള്ളത് അത് ഒരുപാട് കാര്യങ്ങൾ അത് വിദേശ രാജ്യങ്ങൾ അവർ പിന്തുടർന്ന് പോരുന്നുണ്ട്. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇപ്പോ എല്ലാ ആശുപത്രികളിലും തന്നെ ഗ്രീവൻസ് കമ്മിറ്റികൾ ഉണ്ടാവുക, സെക്ഷൽ ഹാരാസ്മെന്റ് കമ്മിറ്റികൾ ഉണ്ടാവുക. ഇനി ഞാൻ ജോലി ചെയ്ത കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുകളിൽ എല്ലാ ജോലികളിലും തന്നെ നമുക്ക് വിളിക്കാൻ അനോണിമസ് ആയി വിളിച്ച് കാര്യം പറയാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഫോൺ നമ്പറുകളും ഒക്കെ കിടക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷൻ എടുത്ത് പറയുകയാണെങ്കിൽ വ്യക്തമായ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഒരു മന്ത്രി വന്നു ടോയ്ലറ്റ് ശുചിയാക്കാത്തതിന് അവിടുത്തെ നഴ്സിനെ വഴക്ക് പറയുകയും അവിടുത്തെ സൂപ്രണ്ട് ചുടുപറ്റൊക്കെ ആയിട്ട് പോയി ഇത് വൃത്തിയാക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു ശുചീകരണ പ്രവർത്തനം ഒരു നഴ്സിന്റെ ഭാഗമായി മാറുന്നത്? നമ്മൾ ഒരു വാർഡിനെ നീറ്റാക്കി സൂക്ഷിക്കാൻ അവർ വേറെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ വെക്കണം, അല്ലെങ്കിൽ അത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ജോലിയല്ല നിലത്തുടയ്ക്കുകയും അല്ലെങ്കിൽ കർട്ടൻ മാറ്റുകയും മറ്റും ചെയ്യുന്നത്. ഇതിനൊക്കെ വ്യക്തമായ രീതിയിൽ എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിലും വളരെ ഗംഭീരമായി നടന്നു പോകുന്ന ഹോസ്പിറ്റലുകളിലും മറ്റും അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോളുകളുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പെടുന്നതല്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് അതിന് നമ്മുടെ കയ്യിൽ പ്രോട്ടോകോൾ വേണം, അല്ലേ? നമ്മൾ ഇത് ഈ നിലം തുടയ്ക്കുന്നത് ഞാനല്ല, അല്ലെങ്കിൽ ഈ ബാത്റൂം വൃത്തികേടായി കിടക്കുന്നത് എന്റെ ഉത്തരവാദിത്തമില്ലായ്മയല്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. അപ്പൊ അതിന് വ്യക്തമായൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഒരു ആശുപത്രിയിൽ ഉണ്ടാവും. എന്താണ് ഒരു നഴ്സ് ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് വേണ്ടത്. പിന്നെ ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളത് കുറെ നാളുകൾ എന്ന് പറയുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു ട്രെയിൻഡ് ജോബും സ്കിൽഡ് ജോബും വലിയ വ്യത്യാസമുള്ളതാണ്. ആന തടി പിടിക്കുന്നു എന്ന് വെച്ചിട്ട് അത് ആനയെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് തടി പിടിക്കാൻ. അപ്പോ നമ്മൾ ഈ പാഡ് മാറ്റുക, ഒരാൾക്ക് സ്പഞ്ച് ബാത്ത് കൊടുക്കുക, ഓയിൽ കെയർ കൊടുക്കുക, ഇതൊരു നഴ്സിംഗ് സ്കില്ലല്ല. അതാ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊരു ട്രെയിനിങ് ആണ്. ഇത് ബാക്കി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് സാധാരണ ആളുകളാണ്, കേഡേഴ്സ് ആണ്. അവിടെയുള്ള സാധാരണ ആളുകളാണ് അവർലി വെച്ചിട്ട് മറ്റൊക്കെ ഇത് ട്രെയിനിങ് കിട്ടിയതിനു ശേഷം അവർ പാഡ് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിലെ കുടുംബശ്രീ പോലെ ഇതുപോലത്തെ ശുചീകരണ, അതായത് രോഗി പരിചരണമൊക്കെ ചെയ്യാൻ ആളുകളെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നഴ്സിംഗ് സ്കിൽ അതല്ല. നഴ്സിംഗ് സ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ കാൻഡിഡേറ്റ് പോലെ വളരെ ഹയർ ആയിട്ടുള്ള അസസ്മെന്റുകളാണ്. ഒരു രോഗി കൃത്യമായി സ്ട്രോക്ക് ഉള്ള ഒരു രോഗിയാണോ ഈ വന്നിരിക്കുന്നത് എന്ന് അസസ് ചെയ്യാൻ നമുക്ക് ട്രെയിൻ ചെയ്ത വെറും ട്രെയിനിങ്ങിന് സാധിക്കില്ല. സ്കില്ലും ട്രെയിനിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമാണ്. നമ്മളൊരു സ്കില്ല് പ്രൊഫഷനാണ് എന്ന് നമ്മൾ പറയണം. ബാങ്കിങ് സംവിധാനം കൊണ്ടുവരണമെന്ന് ഞങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. അപ്പോ ഈ ബാൻഡ് 5, അതായത് ഞാനൊക്കെ പോയ സമയത്ത് ചെയ്തിരുന്ന ബാൻഡ് 5 ശരിക്കും മരുന്ന് കൊടുക്കുക, IV മെഡിക്കേഷൻസ്, പേഷ്യന്റ് കോംപ്രിഹെൻസീവ് കെയർ ഒക്കെ നോക്കുന്നതാണ്. പകരം ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ബാക്കി കേഡേഴ്സ് ഒക്കെയാണ് പേഷ്യന്റിന്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്. അവരെ ക്ലീൻ ചെയ്യുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ ഫീഡ് ചെയ്യുക തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ബാലൻസ് 6, ബാലൻസ് 7 ഒക്കെ കുറെ കൂടി മാനേജീരിയൽ പോസ്റ്റുകളാണ്. ഇതെങ്ങനെ കുറച്ചും കൂടി മാനേജ് ചെയ്യാം, ഇതിന്റെ ഹയർ ആയിട്ടുള്ള നഴ്സിംഗിന്റെ സ്കിൽസ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെയാണ് ശരിക്കും ആദ്യം ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോഴേ ഇത് ശരിക്കും ലീഗലി നമുക്ക് നമ്മൾ ഈ പറയുന്ന സെൽഫ് ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഈ ജോബിനകത്ത് എപ്പോഴും പഠിക്കുന്ന കാലത്ത് പ്രവർത്തിക്കുന്ന കാലത്ത് ഡിസ്ക്രിമിനേഷൻ നഴ്സിംഗിന്റെ ഉള്ളിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊരു ഫീൽഡിൽ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ പോലും
നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അങ്ങേയറ്റമുള്ള ഒരു ഫീൽഡാണ് ശരിക്കും പറഞ്ഞാൽ നഴ്സിംഗ്. കാരണം എനിക്ക് തോന്നുന്നത് ഞാനല്ല ശരിക്കും മെയിൽ നഴ്സസ് ആണ് പറയേണ്ടത്. എന്നെ കൂടെ പഠിച്ച എന്റെ ബാച്ചിലുള്ള ഒരുവിധം നഴ്സിംഗിൽ ജോയിൻ ചെയ്ത ആൺകുട്ടികളൊന്നും തന്നെ ഇവിടെ ഈ പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഒരുവിധം എല്ലാ മെയിൽ നഴ്സസിനോട് ചോദിച്ചാലും അവർ പറയും ഞങ്ങൾ കുറച്ച് സമ്പാദിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പ്രൊഫഷൻ നിർത്തുകയാണ് എന്നുള്ളത്. അതിന് കാരണം തന്നെ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് അതിന്റെ റൂട്ട് കോസ്. പലരും എനിക്ക് മടിച്ചിട്ടൊക്കെ തിരിഞ്ഞവരുണ്ട് തോന്നുന്നു എന്റെ കൂട്ടുകാര്. അപ്പൊ പലരും മെയിൽസ് ആയിട്ടുള്ള ഈ ജോലി ചെയ്യാൻ ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ ഇങ്ങനെ ജോലി കുറച്ച് നാള് കഴിഞ്ഞാൽ വിദേശത്തൊക്കെ പോയി കുറച്ച് പൈസ കിട്ടി കഴിയുമ്പോൾ ഞാൻ ഈ പ്രൊഫഷൻ മാറുമെന്ന് പറയുന്നവരുണ്ട്. അതിന് കാരണം മെയിൽ നഴ്സസിനെ ശരിക്കും ഉള്ള രീതിയിൽ അഡ്രസ് ചെയ്യും. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂസ് ഇതിനകത്തുണ്ട്. ഇനി ഫീമെയിൽ നഴ്സസ് ആണെങ്കിൽ തന്നെ ഒരുപാട് മാനേജ്മെന്റ് ഹോസ്പിറ്റലുകൾ മെയിൽ നഴ്സസിനെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ യുഎൻഎയുടെ തുടക്ക സമയത്ത് എനിക്കറിയാം യുഎൻഎയൊക്കെ പ്രവർത്തിച്ചിരുന്ന ആൺകുട്ടികൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ യുഎൻഎ തുടങ്ങി അസോസിയേഷൻ തുടങ്ങിയതിനു ശേഷം ഒരു ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ ജോലി എടുക്കില്ല. ഒരുവിധം നമ്മുടെ കേരളത്തിലെ ഒരുവിധം എല്ലാ ആശുപത്രികളും പ്രിഫർ ചെയ്യുന്നത് പെൺകുട്ടികളാണ്. അവർക്ക് വേണ്ടത് പെൺകുട്ടികളായ സ്റ്റാഫുകൾ മാത്രമാണ്. മെയിൽ നഴ്സസിന് ഇവിടെ അവരെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മിഡിൽ ഈസ്റ്റുകളിലേക്ക് പോവാം അല്ലെങ്കിൽ യുകെയിലേക്കൊക്കെ പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിന് കാരണം അവർക്കറിയാം കുറച്ചും കൂടി മിരുക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി മിണ്ടാതിരുത്താൻ എളുപ്പം പെൺകുട്ടികളെയാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ എന്റെ ഈ നോവലിലെ 4-5 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നഴ്സ് എന്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആകണം, എന്തുകൊണ്ട് ബോൾഡ് ആകണം എന്ന് ഇത്രയും വാശി പിടിക്കാൻ കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറും നഴ്സസ് അല്ല, ക്ലയന്റ് അഡ്വക്കേറ്റ്സ് ആണ്. നമ്മൾ പേഷ്യന്റിന്റെ പേഷ്യന്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി കണ്ട ദൃക്സാക്ഷികളാണ് നമ്മൾ ശരിക്കും ഒരു ലോഗ് ബുക്ക് പോലെയാണ്. എന്താണ് ഇവിടെ നടന്നത് എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലെല്ലാം ചികിത്സാ പിഴവുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിലൊന്നും നഴ്സ് കൃത്യമായി മൊഴി നൽകാറില്ല എന്നൊരു പഠനം ഞാൻ ഈ അടുത്ത് വായിക്കുകയുണ്ടായി. കാരണം ആ നഴ്സിനെ അനുകൂലമായി അല്ലെങ്കിൽ ഡോക്ടർക്ക് അനുകൂലമായോ മാനേജ്മെന്റിന് അനുകൂലമായോ അല്ലാതെ ഒരു പറയാനുള്ള വോയിസ് ഇല്ല. അതാണ് സത്യം. നമുക്ക് മുന്നിൽ ഒരു ഡോക്ടർ ഒരു ലിമിറ്റ് വിട്ട ഒരു കാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് ബോധ്യം വന്നാൽ നമ്മളത് പറയേണ്ടത് വലിയ അത്യാവശ്യമാണ്. അതിന് കാരണം നമ്മൾ വിചാരിക്കുന്ന തോതിലല്ല മെഡിക്കൽ കോളേജുകൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട വിഷയം നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു അനസ്തീഷ്യ എനിക്ക് തന്നുകൊണ്ടു എന്റെ ശരീരത്തിൽ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ചെയ്യാം, നിങ്ങൾ എന്നോട് മേൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ ശേഷം ബോധം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഒരാൾ ഓപ്പറേഷൻ തിയേറ്റർ ടേബിളിലേക്ക് പോകുന്നത് അല്ലെ. ആ ആളുടെ ഡിഗ്നിറ്റി എന്തിനെ മരിച്ച ശേഷം ഡെഡ് ബോഡിയോടുള്ള ഡിഗ്നിറ്റി വരെ കാത്തു സൂക്ഷിക്കും എന്ന് നമ്മൾ ഓർത്തെടുത്തവരാണ് അല്ലെ. ആ ശരീരത്തെ പോലും ഒരു തരത്തിലും അപമാനിക്കാൻ നമ്മൾ സമ്മതിക്കരുത് എന്നുള്ളതാണ് മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനം. അപ്പൊ നമ്മൾ ഇത് തുറന്നു പറയുക, നമ്മൾക്ക് മുന്നിൽ കാണുന്ന ഒരു കാര്യം തുറന്നു പറയാൻ നമുക്ക് ധൈര്യം വരാത്തോളം കാലം നമുക്ക് ഒരിക്കലും നമുക്കൊരു മാറ്റം കൊണ്ടുവരാനോ ഇതിന്റെ എത്തിക്സ് നിലനിർത്താനോ നമുക്ക് പറ്റില്ല. അതൊരു വലിയൊരു അപകടമാണ് ശരിക്കും ഈ പറയുന്ന മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ നടക്കുന്നത്. ഈ നഴ്സിന്റെ ഇൻഡിപെൻഡന്റ് വോയിസ് അവർ നിർത്തലാക്കി അല്ലെങ്കിൽ അവരെ മുണ്ടി വെക്കുന്നത് തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ വേണം. അതാണ് ഏറ്റവും നല്ല കാലാവസ്ഥ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയി ബോൾഡായി നിങ്ങൾ ശബ്ദം ഉയർത്തുക എന്നുള്ളത്. ഈ പ്രൊഫഷന്റെ ഉള്ളിൽ അതൊരു വലിയൊരു എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നഴ്സിംഗ് മേഖലയിൽ പുരോഗമനം വരാതിരിക്കാനുള്ള പ്രധാന കാരണം നഴ്സസ്. ഇപ്പൊ നമ്മുടെ ബോർഡിൽ പോവാണെങ്കിൽ ഞങ്ങളെ കത്തീഡ്രൽ സെഷൻ പഠിപ്പിച്ചിട്ടുള്ള പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട മണ്ണ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെയർസ് ആയിട്ടുള്ള സ്പഞ്ച് ബാത്തിൽ ചെയ്താൽ മതി എന്നാണ് അവിടുത്തെ സിസ്റ്റേഴ്സ് പറയുന്നത്. നമുക്കൊരു കത്തീഡ്രൽ എക്സാം വില കിട്ടുന്നില്ല, അത് HSC ചെയ്തോളൂ, നിങ്ങൾ എന്തിനാ ചെയ്യുന്നത്, അവർക്കോ താല്പര്യമില്ല ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നു. അപ്പൊ ഗവൺമെന്റ് ഒരു റൂള് കൊണ്ടുവരാണെങ്കിൽ നഴ്സുമാരെ ചെയ്യണം. നമ്മുടെ നല്ല സ്പീഡ് എൻഹാൻസ് ചെയ്യാൻ റൂള് കൊണ്ടുവന്നാൽ ഇവരെ തടയുള്ളൂ. ഞങ്ങൾക്ക് സമയമില്ല, ആവശ്യത്തിലധികം പേഷ്യൻസ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെയാണ് സ്കിൽ ഡെവലപ്മെന്റ് ഒരിക്കലും നഴ്സിംഗ് സമൂഹത്തിൽ സാധ്യത കുറവാണ്. ചോദിക്കുന്നത് സമ്മതിക്കുന്നില്ലേ എങ്ങനെയാണോ അപ്പൊ അപകടകരമായ രീതിയിലാണ് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾ തന്നെ അറിയിക്കുകയാണ്.
സംഭവം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതേപോലെ ഇതുമായി എനിക്ക് യോജിച്ചുള്ള വരുന്ന അനുഭവം ഞാൻ നഴ്സിംഗ് കോളേജിൽ ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ നെബുലൈസേഷൻ കൊടുക്കുന്നത് ഹൗസ് സർജൻസ് ആണ്. അപ്പൊ അവരെ ആർമി ഡോക്ടർ ആർമി മാമനെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു സമയമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ നെബുലൈസേഷൻ നമുക്ക് എപ്പോഴും തോന്നുന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു 4 തവണ കൊടുത്ത് രണ്ടാം പരിപാടി എനിക്കൊന്ന് പഠിക്കണം എന്നുണ്ട്. അപ്പൊ നമ്മൾ നഴ്സസ് അവിടെയുള്ള PSC സ്റ്റാഫുകളോട് ചോദിക്കും, എന്നാ പിന്നെ ഒരു നെബുലൈസേഷൻ കൊടുത്തു നോക്കിയാലോ, ഇത് എങ്ങനെയാണ് ഈ പ്രവർത്തിക്കുന്നത്, ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അവർ ആദ്യം പറയുന്ന ഉത്തരം ഇതാണ്, ഇത് നിങ്ങൾ ഇപ്പൊ ചെയ്ത് ഇത് നിങ്ങൾ തലയിലാവും. കാരണം അവർ ഓൾറെഡി ഈ ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും കടിയും പിടിയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ബ്ലഡ് എടുക്കൂല, അവരെടുക്കും, നമ്മളെടുക്കും എന്നൊക്കെ പറഞ്ഞ ലേലങ്ങളിലാണ് ഒരുവിധം എല്ലാ വാർഡുകളിലും. അതുകൊണ്ട് നമുക്കറിയാം ബ്ലഡ് എടുക്കാൻ ഹൗസ് സർജൻസിന്റെ KG എടുക്കാൻ ബ്ലഡ് എടുക്കാനുള്ള അവസരം ചോദിച്ചു വാങ്ങിക്കുന്നു. ഇതിന് കാരണം നമ്മൾക്ക് ക്വാളിറ്റി എന്നൊരു സാധനം നമ്മൾ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഉറപ്പായും നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചേ പറ്റുള്ളൂ. നമ്മൾക്ക് ഈ ക്വാളിറ്റി കെയർ എന്നൊക്കെ പറയുകയും ചെയ്യും. 10-90 പേഷ്യന്റിനെ തന്നിട്ട് എന്താ എവിടെയാ സംഭവിച്ചത്, ഒരു ശരിക്കുള്ള ഒരു ഒബ്സർവേഷനോ വൈറ്റൽ സയൻസോ പോലും നേരെ എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരു PSC സ്റ്റാഫ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സ്റ്റാഫ് ഭയക്കുന്നത് നിങ്ങൾ അത് കത്തിയിട്ട് ഇട്ടിട്ട് പോകുന്നതാണ്, നിങ്ങളെ കാണില്ല, അടുത്ത നിമിഷം നിങ്ങളെ കാണില്ല. പിന്നെ അതിലേക്ക് കത്തിയിട്ട് ഇടുക എന്നുള്ള പ്രവൃത്തി ആ നേഴ്സ്, അതായത് നേഴ്സുമാണ് തന്നെയായി പോകുക എന്നുള്ളൊരു രീതിയാണ്. ഇതിനുള്ള എല്ലാം കാരണം ബേസിക് കോഴ്സ് ഇത് തന്നെയാണ്. ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് വെച്ചിട്ട് നമുക്കൊരു ക്വാളിറ്റി കെയർ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല, നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ അപര്യാപ്തമാണ് എന്ന് ഒരു 4-5 പ്രാവശ്യം പറഞ്ഞാലും ആർക്കെങ്കിലും മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ കണ്ടിട്ടില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ രോഗികൾക്കും, അതായത് എല്ലാ സിറ്റിസൺസിനും ഒരുപോലെയാണ് ഹെൽത്ത് കെയർ അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്, ഗവൺമെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെയൊക്കെ വെറുതെ നമുക്കൊരു വ്യാമോഹം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നുള്ളതേ ഉള്ളൂ. 80 രോഗികൾക്ക് 2 TC സ്റ്റാഫെങ്കിലും വേണം എന്ന് പറയുന്നത് എന്റെ പറയുന്നുള്ള ഒരു ആവശ്യം. ഒരു സ്റ്റാഫും ഒരു സ്റ്റുഡന്റും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ പണ്ടത്തെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ സാധാരണ നിങ്ങൾ പോകുന്ന ട്രോളി ഇറങ്ങുമ്പോൾ പോകും. ഒരു ഗ്രൂപ്പ് മനുഷ്യര്, ഒരു ഗ്രൂപ്പ് 2 PSC സ്റ്റാഫും കുറച്ച് സ്റ്റുഡൻസും ഒരു സൈഡിൽ കൂടി അറ്റൻഡൻസ് കൊടുക്കുകയായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ സൈഡിൽ എന്തോ ഒരു ഫോൾഡറിൽ ടിക്കറ്റ് പോകും, അങ്ങനെയുണ്ടോ? അപ്പൊ ടിക്കറ്റ് മരുന്ന് കൊടുത്തെല്ലാം ടിക്കറ്റ് വേണം. അപ്പൊ ഏതൊരു വലിയ ഇൻസ്പെക്ഷൻ ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് അനോണിമസ് ആയിട്ടൊക്കെ വന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഇപ്പോഴത്തെ വാർഡിൽ ഈ സൈഡിൽ നിന്ന് മരുന്ന് വേറൊരു ട്രോളി മരുന്ന് കൊണ്ട് പോകും, ഈ സൈഡിൽ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് പോകും. അപ്പൊ ഇവര് കൃത്യമായി ഞങ്ങളോട് ചോദിച്ചു എന്തായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ അവിടെ മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നു, ഞങ്ങൾ ടിക്കറ്റ് പോകും. അത് കേട്ടവരായി പറഞ്ഞു ഇപ്പൊ തന്നെ ഈ അക്രഡിറ്റേഷൻ കൈവരിക്കണം, ഇവർക്ക് ഇവരെ കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ശരിക്കും നമ്മൾ നഴ്സിംഗ് പഠിക്കുന്നത് ഒരു സാധാരണ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും. അപ്പൊ അവിടെ നമുക്ക് ഇതുപോലെ സ്കിൽ ഡെവലപ്മെന്റിനുള്ള ഒരു സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ എങ്കിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം അവർ ഈ പറഞ്ഞ നഴ്സിംഗ് കെയറിനൊക്കെ എണ്ണം പറഞ്ഞ് ബില്ലിട്ട് വാങ്ങിക്കുന്നതാണ്. ഒരു സ്റ്റുഡന്റിനെ കൊണ്ട് അവർ എത്ര ചെയ്യിക്കും എന്നുള്ളത് വളരെ വളരെ കണ്ടു തന്നെ അറിയണം. അതിനേക്കാൾ സ്വാതന്ത്ര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ മെഡിക്കൽ കോളേജുകളിലുണ്ട്. എന്റെ അഭിപ്രായത്തിൽ പറയുന്നതാണ്, എന്റെ ഒരു ഫ്രണ്ട് ആള് JEE പോയി. അപ്പൊ അവിടുന്ന് പാലക്കാടിലോട്ട് ഓടിപ്പോകണം വീട്ടിക്ക്. അപ്പൊ അവരുടെ അച്ഛനും അമ്മയൊക്കെ ടീച്ചറാണ്. അപ്പൊ അവരുടെ ഫാമിലിനെ അവിടെ എടുക്കുന്ന ചിന്തായിരുന്നപ്പോ ആരും ഒരാൾ സജസ്റ്റ് ചെയ്ത് നഴ്സിംഗ്. പക്ഷെ അവരുടെ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരുണ്ടാല് എന്റെ അച്ഛനും അമ്മയൊക്കെ ടീച്ചറാണ്, അവരാണ് എന്റെ ഫാമിലിയിൽ ഞാൻ നഴ്സിംഗ് അതൊന്നും ഞാൻ ഓപ്റ്റ് ചെയ്യില്ല പറഞ്ഞു. അപ്പൊ സമൂഹത്തിൽ ആ ഒരു ചിന്താഗതിയിലോട്ട് നഴ്സിംഗ് ഇതാവാനുള്ള കാരണം വരുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നഴ്സിംഗ് തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ഡ്യൂട്ടിക്ക് പോവുക, ഹോസ്പിറ്റലുകളിൽ രാത്രി ഡ്യൂട്ടികൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊഫഷനാണ് പൊതുവെ. പിന്നെ നമ്മളിപ്പോ ബെന്യാമിന്റെ നിശബ്ദ സഞ്ചാരികളൊക്കെ വായിച്ച പോലെ വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ, അതായത് പുറലോകത്തൊക്കെ വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ സാധാരണ മനുഷ്യർ പോകുന്നതിന് മുമ്പ് തന്നെ
ഈ പറഞ്ഞ അമേരിക്കയിൽ സിംഗപ്പൂരിലേക്കും ഒക്കെ പോയത് ഇവിടുത്തെ നഴ്സസ് ആണ്. അപ്പൊ അവർ പോയി വന്ന് വളരെ റിച്ച് ആവുകയും അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരമൊക്കെ വളരെ മെച്ചപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നാട്ടിലൊക്കെ ഇങ്ങനെ പറയാം, എവിടെയും പോയി കുറെ കാശൊക്കെ ഉണ്ടാക്കി വന്നിരിക്കുക. ഇങ്ങനത്തെ ചിന്തകളൊന്നും സാധാരണ മലയാളി പൊതുബോധത്തിന് ഒരിക്കലും ധരിക്കുമായിരുന്ന ഒന്നായിരുന്നില്ല. അപ്പോ ഈ രാത്രി കാലങ്ങളിൽ ജോലിക്ക് പോവാം. അപ്പോ ഈ വെറുതെ ഇരിക്കുന്നവർക്ക് അവർക്ക് ഭാവനയ്ക്ക് വർദ്ധിക്കുകയാണ്. മറ്റേ രാത്രിക്ക് ജോലിക്ക് പോകുമ്പോൾ അവിടെ ജോൺസിൻസിലേക്ക് പോയി ഒരു ഡോക്ടർ, അങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഭീകരമായ ചിന്താഗതികൾ വെച്ചിട്ടാണ് ഇവരൊക്കെ ഈ നഴ്സുമാരുടെ പ്രൊഫഷനെ വിലയിരുത്തുന്നത്. രാത്രി കാലങ്ങളിൽ ജോലിക്ക് പോകുന്നു, എല്ലാ പല ഷിഫ്റ്റുകളും രാജ്യങ്ങളിൽ പോകുന്നു, ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്നു. അതൊരു ഇടയ്ക്ക് ഒരു പൊതുവെ പറയാവുന്ന ഒരു കാര്യമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയായിട്ടാണ് ഇതിൽ നടക്കുക. അപ്പൊ കല്യാണം കഴിക്കാൻ ആരെയാണ്? കല്യാണം കഴിക്കാൻ ടീച്ചറിനാണ് മതി, അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ പിന്നെ ഡിസൈനുള്ള ഒരു നഴ്സിനെ മതി. അപ്പൊ ഇതൊരു ചിന്താഗതിയാണ്. എനിക്കറിയുന്ന വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നഴ്സിംഗ് പ്രൊഫഷൻ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്, കാരണം നഴ്സിംഗ് പ്രൊഫഷൻ എനിക്ക് അത് ശരിയാകത്തില്ല. ഞാനത് ഒരു 2 മാസം പോയപ്പോ ഞാൻ നിർത്തലാക്കി. പകരം ഞാനിപ്പോ ഒരു എഴുത്തുകാരിയായിട്ടുണ്ട്, എനിക്ക് നല്ല ആദരവും ബഹുമാനമൊക്കെ കിട്ടുന്നത്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്നാലും അവർക്ക് വായന തോന്നിയല്ലോ എന്നോട് നോക്കി ഞാൻ പറഞ്ഞില്ല, ശരി സന്തോഷമുണ്ട്, എനിക്കും ആദരവൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്കൂട്ടായി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പൊതുബോധം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്, പാകപ്പെട്ട് വന്നിരിക്കുന്നത്. അതായത് നഴ്സിംഗ് ഇങ്ങനത്തെ ഒരു പ്രൊഫഷനാണ്. നമ്മൾ കുറച്ചൊക്കെ അതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന ഒരു ഭർത്താവായി മാറും എന്നുള്ള വിചാരിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ എനിക്കറിയാം. പക്ഷെ ഇതൊന്നല്ലേ ഈ പ്രൊഫഷൻ എന്നും ഇവിടേക്ക് ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒരു സമയമില്ല എന്നുള്ളത് ആരും അറിയില്ല. മാത്രമല്ല ഈ പ്രൊഫഷന്റെ ഉള്ളിൽ എന്താണ്, ഈ പ്രൊഫഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മളാണ് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ഒരാളെ ഇങ്ങനെ പരിചയിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇതൊരു സ്കിൽഡായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലിയാണ് എന്നുള്ളത് നല്ലൊരു ജോലിയായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മള് മെജോറിറ്റി നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേര് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന റിക്കാവട്ടെ ഏതെങ്കിലും സ്ഥലത്ത് വേറെ പഠിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. നമ്മളെല്ലാവരും അമേരിക്കയിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സിറ്റുവേഷൻ. അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തവരുമായി നിങ്ങൾ കുറച്ച് നേരം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നഴ്സിംഗിന്റെ ഒരു ഗ്ലോബൽ ഔട്ട്ലുക്ക് എന്താണ് എന്നുള്ളത്. അതായത് നഴ്സിംഗിന്റെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എത്രമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് ഇത്രമാത്രം മാറ്റം സംഭവിച്ച ഒരു പ്രൊഫഷൻ വേറെ ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. പോലീസുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ബാങ്ക് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ടീച്ചർമാരോ അങ്ങനെയുള്ള പ്രൊഫഷനുകളിൽ ഒരു 10 വർഷം കൊണ്ട് വന്നിരിക്കുന്ന മാറ്റത്തിന്റെ 100 ഇരട്ടി മാറ്റമാണ് നഴ്സിംഗ് പ്രൊഫഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ജർമ്മനിയിൽ നഴ്സിംഗ് പ്രൊഫഷൻ എടുത്തവർ നമുക്കറിയാം, ഓസ്ട്രേലിയ, കാനഡ, ന്യൂയോർക്ക് എല്ലാ ഇടങ്ങളിലേക്കും ഫ്ലറിഷ് ചെയ്ത് പോകുന്ന വലിയ പ്രൊഫഷനായി മാറിയിട്ടുണ്ട്. അപ്പോ അവിടങ്ങളിലൊക്കെയുള്ള നഴ്സിംഗിന്റെ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ്. ഞാൻ പറഞ്ഞ വളരെ സൗഹാർദ്ദമുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഡോക്ടറിനെ ആണെങ്കിലും ഇങ്ങനെ എന്നൊന്ന് വിളിക്കുന്ന അന്തരീക്ഷമല്ല അവിടെ ഉള്ളത്. അവിടെ ഒരു കൃത്യമായ നഴ്സസിന് വോയിസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. മാത്രമല്ല എല്ലാവരും കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. റേഷ്യലായിട്ടുള്ള ഇൻസിഡന്റുകൾ എത്ര എണ്ണം ഉണ്ടാകുന്നുണ്ട്, നഴ്സസിനെതിരായിട്ടുള്ള അക്രമങ്ങൾ എത്ര എണ്ണം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതൊക്കെ ഓഡിറ്റ് ചെയ്യും, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ ചിട്ടയായിട്ടുള്ള ഒരു സംവിധാനമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഇവിടെ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കിട്ടുന്ന പല രാജ്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഓവർ ടൈം ചെയ്യുക, നമുക്ക് എക്സ്ട്രാ ബാക്ക് ഷിഫ്റ്റുകൾ ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ അവിടെയുണ്ട്. പിന്നെ ഫ്ലെക്സിബിൾ ആകാം. അപ്പൊ ഞാൻ തന്നെ പഠിക്കുകയാണ് ജോലിക്കൊപ്പം, അപ്പൊ നമുക്ക് അവേഴ്സ് കുറയ്ക്കാം. ഹൗസിനനുസരിച്ച് എനിക്കത് എന്റേതായ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഫ്ലെക്സിബിൾ ആണ് അവിടുത്തെ ജോലി സംവിധാനം. ഈ എഴുതുമ്പോ ഈ എഴുതി കാണിച്ചു കൊടുക്കണം
മനസ്സാണ് നമുക്ക്. അപ്പോ ചിലതൊക്കെ എഴുതണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. വളരെ പോപ്പുലറായി ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും അറിയുന്ന ചില ഇൻസിഡന്റുകൾ ഇതിന്റെ അകത്ത് കൊണ്ടുവരണം എന്നൊക്കെ. പിന്നെ അതൊക്കെ മറ്റേ വാങ്ങി വെച്ചു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എഴുത്ത സമയത്ത് നല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എഴുത്ത സമയത്ത് മാത്രമല്ല എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഞാനിത് എഴുതുമ്പോൾ വിന്ററാണ് ശരിക്കും UK. അപ്പോ ഒട്ടും പ്രകാശമില്ലാത്ത അന്തരീക്ഷമാണത്. UK ഗംഭീരമാണ്, കളർഫുൾ ആയിട്ടുള്ള റീലുകളും സ്റ്റോറികളും മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. അവിടെ ഒരു വിന്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി പ്രകാശം പോലും ഉണ്ടാവില്ല. -2, 0 ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന താപനില. അതിലൂടെയാണ് നമ്മൾ ഇറങ്ങി നടക്കേണ്ടത്. പിന്നെ ഇതുപോലെ പുറത്തിറങ്ങിയാൽ അത്രമാത്രം മനുഷ്യരോ അങ്ങനെയൊന്നും ഇല്ല. വളരെ ഒരു ഡള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പൊ പൊതുവെ നമുക്ക് ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ വളരെ വിഷാദാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വെച്ച് തന്നെയാണ് ഈ നോവൽ കുറേ എഴുതുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ചിലപ്പോ വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ കൂട്ടുകാരോട് പറയും, വായിക്കാൻ ടോർച്ച് കൊണ്ടുപോകോ, നോവലിന്റെ അകത്ത് മുഴുവൻ ഇരുട്ടാണ്, മുഴുവൻ നൈറ്റ് മുഴുവൻ രാത്രിയാണ്. അപ്പോ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പണിയായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുതുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. അപ്പൊ അദ്ദേഹത്തെ ടോക്ക് ഷോ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എഴുതുന്ന കാലത്താണ്. അപ്പൊ അദ്ദേഹം കുറച്ച് സ്കൂൾ കുട്ടികളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു ടോക്ക് ഷോ ആണ്. അപ്പൊ അതില് ഒരു സ്കൂളിന്റെ ഇനാഗുറേഷൻ ആണ്. അപ്പൊ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, എങ്ങും പ്രകാശം, ലൈറ്റ്, കുട്ടികളൊക്കെ പുള്ളി എന്താ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോ പുള്ളി ആ കുട്ടികളെ വിശേഷിപ്പിച്ച ഒരു വാക്കുണ്ട്, എന്റെ മുന്നിലെ തേജപുഞ്ചങ്ങൾ എന്ന്. തേജപുഞ്ചങ്ങൾ എന്ന് വെച്ചാൽ പ്രകാശം കീഴാക്കി ആ ഒരു പ്രകാശത്തെയാണ് കാണിക്കുന്നത് ശരി. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ഗണകാമിക ശബ്ദത്തിൽ ഈ ടോക്ക് കേട്ടിട്ട് എന്റെ മനസ്സിൽ ആ വാക്ക് വീണു, തേജപുഞ്ചങ്ങൾ. അപ്പൊ ടോക്ക് ഷോ കേട്ടത് യൂട്യൂബിലെ ഞാൻ കേട്ടത്. അപ്പൊ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നടക്കുമ്പോഴിരിക്കുമ്പോഴും പോകുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഈ തേജപുഞ്ചകൾ തന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ലോകം ഇത് എവിടെയും തേജപുഞ്ച എവിടെയും ഇട്ടിട്ട് വേറൊരു പരിപാടി ഉള്ളൂ എന്ന് വിചാരിച്ച അന്ന് രാത്രി ഞാൻ എപ്പിസോഡ് എഴുതി തേജപുഞ്ച ഇട്ടു, എവിടെയോ കൊണ്ടിട്ടു തേജപുഞ്ചം. എന്നിട്ട് എനിക്ക് സമാധാനം തുടങ്ങാൻ പറ്റുള്ളൂ. കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പിന്നെ വായിച്ചു നോക്കിയ പരിപാടിയുണ്ട്. രാവിലെ വായിച്ചു നോക്കുമ്പോ ഈ കാളവണ്ടിയിലൊക്കെ മറ്റേ പുഷ്പാക്ക് ചേർന്ന് വെച്ചതുപോലെ ഉണ്ട്. കാരണം നോവൽ മുഴുവൻ ഇരുട്ടും രാത്രിയും രോഗവും വേണ്ട വിധങ്ങളും അതിന്റെ ഇടയിൽ ഒരു തേജപുഞ്ചം, ഒരു ബന്ധമില്ലാത്തൊരു തേജപുഞ്ചം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് മണ്ഡലങ്ങളൊക്കെ പറ്റി വീണ്ടും റിവൈവ് ചെയ്ത് പിന്നെ ചിലതൊക്കെ എഴുതി വെച്ചിരുമ്പോ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും സാറ ടീച്ചറിനെ പോലെയാണ് ഞാൻ എഴുതിയത്, സാറ ദിവസത്തിനെ പോലെ അനുകരിച്ചോ, അല്ലെങ്കിൽ മാധവക്കുട്ടി പോലെ വിഷ്ണുവിനെയൊക്കെ കോപ്പിടിച്ച പോലത്തെ ഒരു സെന്റൻസ് കൂടിയായിരുന്നു. അപ്പൊ വെട്ടി നമ്മൾ അത് മാറ്റും. അപ്പൊ ഒരുപാട് രീതിയിൽ നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കുകയും ചെയ്തൊക്കെയാണ്. അതായത് ഇങ്ങനെ ഒരു ഫൈനൽ ഫോം, എപ്പോഴും ഒരു ഫൈനൽ ഫോം ആണെന്ന് ഞാൻ പറയില്ല. എന്റെ ആദ്യ നോവൽ വളരെ അപക്വമായിട്ടുള്ള ഒന്നാണെന്ന് എന്നെ വിശ്വസിക്കുന്ന കാണാൻ ഞാൻ. കാരണം നമ്മൾ ആദ്യമായിട്ട് എന്താണ് ഇത്, എങ്ങനെ വരുന്നതെന്ന് അറിയാതെ എഴുതുമ്പോ എന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ കുറെ രസമാർപ്പെട്ട് കുറച്ച് കൊടുക്കാനുണ്ട്. അവര് ഞാൻ എന്റെ ആവശ്യമൊക്കെ തീർക്കണം എന്നുള്ള രീതിയിൽ എഴുതിയതാണ്. അപ്പൊ ഞാൻ അടുത്തൊരു നോവൽ ഒരിക്കലും എഴുതരുത് വിശ്വസിക്കുന്ന ഒരാളാണ്. കുറച്ച് പണി മെച്ചമായി എഴുതിനെ കാണണം എന്നൊക്കെ വിചാരിക്കുന്ന ആളാണ്. അതൊക്കെയാണ് എഴുത്തിന്റെ വിശേഷം. പുസ്തകങ്ങൾ മാറ്റം ഉണ്ടാക്കോ, വായന എന്തെങ്കിലും അട്ടിമറിക്കോ എന്നുള്ളത് ശരിക്കും നമുക്കങ്ങനെ ഒരു ക്വാളിറ്റി അസസ്മെന്റ് ഒക്കെ ചെയ്യുക വലിയ പാടാണ്. പക്ഷെ പുസ്തകങ്ങൾക്ക് നമ്മളെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പരിവർത്തിപ്പിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എങ്ങനെയൊക്കെ പുസ്തകമായിട്ട് ഇത്ര അറ്റാച്ച്ഡ് ആയത് എന്ന് ചോദിച്ചാൽ എന്റെ വീട്ടിൽ TV ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എന്റെ വീട്ടിൽ TVയോ മൊബൈലോ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ടിക്ടോക്കിൽ വല്ല താരമൊക്കെ ആയിരുന്നു. എന്റെ മാതൃലാൻഡ് ജീവിതം, എന്റെ ബാല്യവും കൗമാരമൊക്കെ നിങ്ങൾ പക്ഷെ എന്ന് പറയുന്ന പോലെ അത്രയും ഒരു കളർഫുൾ ആയിരുന്നില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ കളർഫുൾ അല്ലാത്ത
ആന്തരിക ശൂന്യത എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോകും, അതൊന്നും ഞാൻ പറയുന്നില്ല. കടുത്ത ആന്തരിക ശൂന്യതയെ വിഷാദവും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളൊന്നും സിനിമയിൽ കാണൂല. സിനിമയിൽ എല്ലാവരും മാസാണ്, കളർഫുള്ളാണ്, അടിച്ചിടുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, പാട്ട് പാടുന്നു. ഇങ്ങനത്തെ ആളുകൾ കാണുമ്പോൾ പുസ്തകങ്ങളിലേ ഉണ്ടാവുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ പുസ്തകങ്ങളാവുമ്പോൾ നമ്മളെ പോലെ എല്ലാ വിധത്തിലുള്ള നമ്മുടെ അതേ പ്രശ്നങ്ങളുള്ള ആളുകളെ കണ്ടുമുട്ടുന്നു ഒക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകം പരിവർത്തിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ പുസ്തകം ജീവിപ്പിക്കുമെന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ്. കാരണം ഞാൻ വളർന്നത് ഒരു ഓർഫനേജിന്റെ പശ്ചാത്തലത്തിലൊക്കെയാണ്. അപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ ഞങ്ങൾ ബൈബിള് വായിക്കണം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം പുസ്തകം ഒരുപാട് നമ്മൾ പിടിച്ചു നിർത്തും. പുസ്തകം നമ്മൾ വിചാരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒന്നും നമ്മളെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ പുസ്തകം നമ്മളെ ഭീകരമായ രീതിയിൽ വല്ലതും ആക്കി കളയും. ഈ അടുത്ത കാലത്ത് ദസ്തവസ്കിയുടെ വൈറ്റ് ലൈൻസ് ഒരു പുസ്തകം ഞാൻ വായിക്കുകയായിരുന്നു. അപ്പൊ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ ദസ്തവസ്കിയെ കുറിച്ച് ഇങ്ങനെ ആണെങ്കിലും നിങ്ങൾ എന്ത് ക്രൂരത്തെ മനുഷ്യരെ കൊണ്ട് കാണിച്ചത്, എനിക്ക് കരച്ചിൽ നിർത്തിയിട്ടില്ല, എന്റെ മൂട് മാറുന്നില്ല, എനിക്ക് ഏതൊരു ഡോക്ടറിനെ കാണുന്നു. അപ്പോ കൃത്യമായ പുസ്തകം കൃത്യമായ സമയത്ത് ചിലപ്പോൾ കൃത്യമായ കാര്യങ്ങളിൽ എത്തുകയും ആ ആള് വേറെ ആളായി പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹിത്യ സൃഷ്ടികൾ എന്തെങ്കിലും ഫിക്ഷൻ എന്തെങ്കിലും ഈ ഇതേപോലെ അത്രയൊന്നും കാണിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾക്ക് ഇത്ര വിളിച്ച് ആദരിക്കുന്നില്ലേ? അപ്പൊ എനിക്ക് ഞാൻ എല്ലാവരുടെ എത്തിച്ചാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് UK അല്ലെങ്കിൽ കേംബ്രിഡ്ജ് പശ്ചാത്തലത്തിൽ എനിക്കത് അവിടെ കുറച്ചുകൂടെ നന്നായി അവതരിപ്പിക്കാൻ കഴിയുകയും വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് വോയിസിൽ ഒരു ബുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ എഴുതണം എന്തെങ്കിലും മനസ്സിൽ ഞാനിങ്ങനെ ഒരു കൂട്ടുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇതൊരു കടുക് വെറുക്കുന്നത് ഞാൻ സാധാരണ എഴുത്തിന് എങ്ങനെയാണ് വിശേഷിപ്പിക്കുക, കടുക് വെറുതെ എഴുതിയ എളുപ്പമാണ്. കാരണം ഇത്രയും അക്ഷരങ്ങളൊക്കെ എനിക്ക് കുട്ടി ചെയ്തി കല്ലൊക്കെ ഒപ്പിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോ അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ ചെയ്യും. യഥാർത്ഥ പ്രതികരണ ഞാൻ പറയുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ പുറത്തു വിടുന്നത്. അപ്പൊ ഞങ്ങൾ 5 കൂട്ടുകാരികൾ ചേർന്നാണ് ഈ ഫലപ്രഖ്യാപനം കേൾക്കാൻ ഇരിക്കുന്നത്. അപ്പോ ആദ്യം ഇങ്ങനെ ഓരോ നോവലുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളുടെ പോയി വളരെയധികം ഞങ്ങൾ രക്ഷണിച്ചിരിക്കുകയാണ്. കാരണം അവർക്കൊന്നും ഒന്നുമില്ല, എനിക്ക് കിട്ടിയില്ല, ഞങ്ങളുടെ കൂട്ടുകാരികൾക്കും വലിയ പ്രശ്നമൊന്നുമില്ല. സംഭവം പോയി പറഞ്ഞിട്ട് KFC-യാണ്. അത് ഈ എനിക്ക് കിട്ടുകയാണെങ്കിൽ അന്ന് രാത്രി കിട്ടി ബക്കറ്റ് KFC ഞാൻ വാങ്ങും. അതാണ് വാഗ്ദാനം. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ ഇനി എപ്പോഴാണ് യൂട്യൂബിൽ പറയുന്നത് കേട്ട്. അപ്പോ പ്രോത്സാഹന സമ്മാനം 2 പേർക്ക്, അതായത് ബുക്കിന്റെ കവറാണ് നമുക്ക് ഉയർത്തി കാണിക്കുന്നത്. അപ്പോ 2 പുസ്തകങ്ങളുടെ പ്രോത്സാഹന സമ്മാനത്തിന്റെ കവറുകളും പറഞ്ഞു. മെയിൻ പുരസ്കാരം കൂടെ പറയാനുണ്ട്. അപ്പൊ ഞാനിവിടെ നോക്കിയിരിക്കുകയാണ്. അപ്പോ ചുവന്ന കവറുള്ളത് എനിക്കും ശംസുവിന്റെ കുട്ടോത്തിനുമാണ്. മറ്റേ ശംസിന്റെയാണ് അവാർഡ് വിന്നർ. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എഴുത്തൊരു ഗംഭീരമായ എഴുത്താണ്, ഭാഷ വളരെ മൃദുലമായ ഭാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പോവാം. അപ്പൊ ചുമന്ന ഭാഗം കണ്ടിരുന്നു. അതായത് കുട്ടികളെ ബക്കറ്റ് KFC-യായി ഓർഡർ എങ്ങനെയാണ് ഓർഡർ ചെയ്തത്. അപ്പൊ എനിക്ക് ഞാൻ ഒന്നാലോചിച്ചു അവർക്ക് ബക്കറ്റ് KFC, എനിക്കാണെങ്കിൽ എന്ത് ചെയ്തതാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോഴേക്കും അത് എടുത്ത് കാണിച്ചു. ശംസുവിനെയും കുട്ടോത്ത് തിരിച്ചയക്കാത്ത ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എപ്പോഴും തകർന്ന് കിട്ടിയപ്പോ എന്റെ കൂട്ടുകാരെ ആശ്വാസമായി ഷോ കാണാനോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ സമാധാനമായി. എന്നാ പിന്നെ ബക്കറ്റ് KFC ഓർഡർ ചെയ്യാം. അപ്പൊ നീ എന്തിനാ അത് തോറ്റേ എല്ലാം നമ്മൾ ആകർഷിക്കണം. പുസ്തകവും എഴുതുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അന്ന് KFC ഒക്കെ വാങ്ങി കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ അധികമായി. കാരണം അത്രമാത്രം കുട്ടികളാണ് എനിക്കുള്ളത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ അതിൽ മാറി. പ്രതികരണം നമുക്ക് ആ ഒരു നിമിഷം തോന്നുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് മാറും. പിന്നെ ഒരു പുസ്തകം ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അടുത്ത പുസ്തകത്തിനെ പറ്റി ചിന്തിക്കണം. അത് ഇതുപോലെ നേരെ എഴുതിവരാന്ന് പറയും. അത് നമുക്ക് നന്നായിരുന്നു. രണ്ടാമത്
അപ്പൊ അത് കേൾക്കേണ്ടി വരും. അപ്പൊ ഓരോ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പായായിട്ട് കിടക്കുകയാണ്. അപ്പൊ കയ്യിലും മാറില്ലാതെ ഒന്നാമതി പായം, രണ്ടാമതി പായം, ആളുകൾ വായിച്ചോ നമ്മൾ ഏതെങ്കിലും ഇൻട്രീസിലൊക്കെ പോയി ചെന്ന് പെട്ടതുപോലെ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ ഡിറ്റാച്ച്ഡ് ആകായിരുന്നു. ഇത് തന്നെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പകുതി കൊണ്ടുപോകുന്ന പോലത്തെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു മെന്ററാണ്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഡിറ്റാച്ച്ഡ് ആയി പൊക്കിക്കൊടുക്കുന്ന മറ്റൊരു എന്തെങ്കിലും ആവട്ടെ പുസ്തകത്തിന് വഴി പോട്ടെ എന്ന് വെച്ച് കണ്ടാലോ എന്ന്. പക്ഷെ പലരും നമ്മൾ വിളിച്ച് പലരും ഉപദേശിക്കും. ഈ രാഷ്ട്രീയ പ്രവർത്തനൊക്കെ പോലെ രാവിലെ തൊട്ട് പുസ്തകത്തിന്റെ പ്രചരണ പരിപാടികളിലേക്ക് ഈ ബൈബിളിന്റെ പ്രചരിപ്പിക്കാൻ പണ്ടാളുകളൊക്കെ ഇറങ്ങുന്ന പോലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ പുസ്തകങ്ങൾ കൊണ്ട് കൊടുക്കുക, പല പല റീല് വരിക. ഞാൻ തന്നെ വല്ല പുസ്തകങ്ങൾ എടുത്ത് കണ്ടൽ കാട്ടിലൂടെയൊക്കെ ഇറങ്ങി ഓടുക, അല്ലെങ്കിൽ കടൽത്തരങ്ങളിലൂടെയൊക്കെ നടക്കുക, റീലുകളൊക്കെ ഇടുക, അങ്ങനെ പല പല സജഷൻസ് വരുന്നുണ്ട്. എവിടെയെങ്കിലും പോയിരുന്നു വായിക്കും സ്റ്റോറി എന്നൊക്കെ. പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോ കുറെ കഴിയുമ്പോൾ നമുക്കൊരു ഉടുപ്പ് തോന്നൂലേ, നമ്മള് രാവിലെ തൊട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഈ പുസ്തകവും എടുത്ത് ഈ ഇറങ്ങി ഇങ്ങനെ പുറപ്പെടുക. അപ്പൊ സത്യം പറഞ്ഞാൽ അതിന് ഭാരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ബാക്കിയുള്ള പുസ്തകങ്ങളിൽ രണ്ടാമത് പോരുന്നു, മൂന്നാമത് പോരുന്നു. നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് പുസ്തകത്തിന് ശേഷം ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ വിദ്യാർത്ഥി പഠനാലയത്തില് കോളേജ് തിരുവനന്തപുരത്ത് സുഹൃത്തുക്കളോ അധ്യാപകരുടെ ദിവസം സമീപിക്കാറുണ്ട്. പുസ്തകമായിട്ട് വിളിച്ചാൽ അഭിപ്രായം അത് ഒരുപാട് പേരെ വിളിച്ചു. അത് പലരും അനുഭവങ്ങളാണ്. അതെനിക്ക് പ്രിയപ്പെട്ട അനുഭവം പറയാനുണ്ട്. എന്റെ നഴ്സിംഗ് കോളേജിൽ എന്നെ വളരെപ്പോലെ കാണുന്ന ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ഈ ഫേസ്ബുക്കിലൊക്കെ എല്ലാ ഇതിലും കമന്റ് ഇടുക, ലൈക്ക് ഇടുക. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാം ആരെയും ഒന്നും രീതിയിലുള്ള ആളുകൾ. അപ്പൊ ഏത് ഫോട്ടോ ഏത് ഫോട്ടോ എടുക്കാൻ എനിക്ക് ഉറപ്പുണ്ട് ഈ പുള്ളിക്കാരി. അപ്പൊ ഈ പുസ്തകം വന്നതിന് ശേഷം കുറെ നാള് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ ഹാപ്പി സൺഡേ വരുമെന്ന് തോന്നുന്നു. എല്ലാം ഒരാഴ്ചയിൽ 2-3 എന്തെങ്കിലും ഫോർവേഡ് നിങ്ങളുടെ അയക്കുന്നവർ വേണം. കുറച്ച് പേര് അവരുടെ കോൺടാക്ട്സിലേ ഉള്ളൂ, വളരെ സ്നേഹത്തോടു കൂടെ കാണുന്നു. അപ്പൊ കുറച്ച് നാളായി വീട്ടിൽ കാണുന്നില്ല, വിവരങ്ങളൊന്നും അറിയുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിൽ വന്നപ്പോ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ കണ്ടപ്പോ അവരുടെ മുഖത്ത് വലിയ കുറ്റം പോകും, മോക്ക് ഇങ്ങനെ പാടി. അപ്പൊ ഞാൻ ചോദിച്ചില്ല വേണം സുഖം എന്താ വിശേഷം, കുറെ നേരം കേട്ടിരുന്നു. അപ്പൊ അവര് പറയാൻ ഒന്നും തോന്നരുത്, എനിക്ക് പുസ്തകം വാങ്ങിക്കാൻ പറ്റിയില്ല. അതിന് ഈ കടമൊക്കെ കൊടുക്കാനുള്ള ആർക്കും കടം കൊടുക്കാനുള്ള ആരും എനിക്ക് അത്രയും ബാധ്യതകളുള്ള കടയില്. അപ്പോ അങ്ങനെയുള്ള അനുഭവം എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായി. അതൊരു പുസ്തകം വാങ്ങിച്ച ആളുകള് എനിക്ക് പകുതി വായിച്ചതേയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മ എനിക്ക് സുഖമില്ല എന്നോട് എന്തോ ഒരു വലിയ അപരാധം ചെയ്തോല്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ എനിക്ക് സീരിയസ് ആയിട്ട് കാണുന്നില്ല, എന്റെ പുസ്തകങ്ങൾ വാങ്ങിച്ചില്ല, വാങ്ങിച്ച് വാങ്ങിട്ട് ചമ്മയ്ക്ക് സുഖമായിരുന്നു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. കാരണം വളരെ എന്റെ ജീവിതത്തില് എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ പുസ്തകം എഴുതി. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കും. എനിക്ക് എന്തായാലും അത് വീട്ടിൽ കിട്ടുന്ന പൈസ ഒന്നും ചെയ്യാനല്ല, ഞാൻ അത്യാവശ്യം നല്ല ജോലിയുടെ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ വിചിത്രമായ അനുഭവങ്ങൾ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലും മറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ഇപ്പൊ ആരാധകരൊക്കെ ഉണ്ടല്ലോ, ഐഷു മോളെ ഗംഭീരമായി വീഴുന്നത് എന്നൊക്കെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂടി കമന്റ് എടുത്തവരുണ്ട്. പക്ഷെ ഒരാൾ ഒരു പുസ്തകം വാങ്ങിച്ചില്ല. എനിക്ക് ഒരു പരിചയമില്ലാത്ത എന്റെ പേര് പോലും കേൾക്കാത്ത ആളുകൾ മനുഷ്യർക്ക് പുസ്തകം വാങ്ങിച്ചിട്ട് തേടി പിടിച്ച് നമുക്ക് മെസ്സേജ് ഇടുന്നത് വഴി. അപ്പൊ പുസ്തകം വന്നതിന് ശേഷമുള്ള അനുഭവം വളരെ വളരെ വിചിത്രമാണ്. നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു പാതയിലൂടെ ആയിരിക്കില്ല നമ്മളെ പുസ്തകം പോകുന്നത്. അത് ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ പോകും. ബ്രഹ്മപുത്ര സാറിന് ഒരു അനുഭവം കാണിക്കുന്നത് ഞാൻ സത്യമായിട്ട് വിചാരിച്ചില്ല. ഞാൻ സാറ് എനിക്ക് ഇത്രയും പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ നഴ്സിംഗ് കോളേജുകളിലുള്ളത് എന്നെ വിളിച്ച് സംസാരിപ്പിക്കുന്നതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ എന്തൊക്കെയോ സംഭവിക്കുന്നു, അതിലേക്ക് നമ്മളിങ്ങനെ ഒന്നിന് പോകുന്നു.